നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കാവ്യവൽക്കരണവുമായി കേരളത്തിലേക്ക് വണ്ടി കയറിയവർക്ക് തെറ്റി. നിയമപരവും രാഷ്ട്രീയവുമായി നവോത്ഥാനത്തിൻ്റെ പോരാട്ടം കണ്ട് അവർക്ക് പിൻവാങ്ങേണ്ടി വരും. നോക്കൂ, കേരള സർവകലാശാല എന്ന അംഗീകാരങ്ങളുടെ യൂണിവേഴ്സിറ്റിയെ തകർക്കാനുള്ള നീക്കം, RSS ബിംബങ്ങളെ പൊതുവിടങ്ങളിലേക്ക് കടത്തിവിടാനുള്ള ശ്രമങ്ങൾ, സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തിന് കോടതിയിൽ കിട്ടിയ അംഗീകാരം, കലാപം കാട്ടി സർവകലാശാലകളെ കാവിക്കളമാക്കാനുള്ള നീക്കത്തിൽ പ്രതിസന്ധിയിലാകുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗമാണ് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ വിഷയത്തിൽ നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. VPP മുസ്തഫ, CPIM നേതാവ്. അഡ്വക്കേറ്റ് G മുരളീധരൻ, കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം. ഒപ്പം അഡ്വക്കേറ്റ് BG വിഷ്ണു, BJP പ്രതിനിധി. തീർച്ചയായും ഇതിലേക്ക് ആദ്യം ശ്രീ VPP മുസ്തഫയിലേക്ക്. ശ്രീ VPP മുസ്തഫ, ഇവിടെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. ഒന്ന്, കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റിൻ്റെ അധികാരത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സംഘപരിവാറിൻ്റെ ടൂളായി പ്രവർത്തിച്ചിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും തുടർച്ചയായി എത്തിയ ആർലേക്കറും അതുവഴി VC-മാരെ ഉപയോഗിച്ച് ചെയ്യുന്ന വിഷയങ്ങൾ. അതേ സംബന്ധിച്ച് നമുക്ക് അഡ്വക്കേറ്റ് G മുരളീധരനിലേക്ക് പോകാം. അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ, ഒരു മേഖലയിലേക്ക് കാവ്യവൽക്കരണത്തെ ഭരണഘടനയുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് കടത്തിവിടാനുള്ള ബോധപൂർവമായ ശ്രമം, ആ ശ്രമത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് ഇവിടെ. ആ പ്രതിരോധത്തെയാണ് ഒന്നാമതായി ഒരുപക്ഷെ അടയാളപ്പെടുത്തേണ്ടത്. തീർച്ചയായിട്ടും അജിംഷാദെ, കുറച്ചു കാലങ്ങളായി എന്ന് പറഞ്ഞാൽ മോഡി ഭരണത്തിന്റെ ഏതാണ്ട് തുടക്കം മുതൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നിലയിലുള്ള നുഴഞ്ഞുകയറ്റത്തിനാണ് RSS ശ്രമിക്കുന്നത്. അതവർക്ക് അറിയാം. കാരണം അവരുടെ ഒരു ഐഡിയോളജി, അവരുടെ ലക്ഷ്യങ്ങൾ, ഇത് സാധ്യതപ്രായമാകണമെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ അവരുടെ ഒരു ആധിപത്യം നേടണം, അതിനു വേണ്ടിയിട്ട് വളരെ കൃത്യമായ അവരുടെ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നിലയിൽ RSSന്റെ ആശയങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ കാവ്യവൽക്കരണം. സാഫ്രണൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോ പുതുതായിട്ട് വന്ന ഒരു വാചകമല്ലല്ലോ. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ദേശീയ തലത്തിൽ തന്നെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഫ്രൈസാണ്. അത് നേരത്തെ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴും ഇതേപോലെ കുറച്ച് കേട്ടതാണ്. പക്ഷെ അന്ന് അവർക്ക് ചെറിയൊരു ഡ്യൂറേഷൻ ഉണ്ടായിട്ടുള്ള, പിന്നെ അത്ര അഗ്രസീവായിട്ട് അന്ന് BJP ഭരണം പോവുകയും ചെയ്യാതിരുന്നുകൊണ്ട്, കാർഗിൽ യുദ്ധവും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര അഗ്രസീവായി പോകാതിരുന്നുകൊണ്ട് അങ്ങനെ വന്നില്ല. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. മോഡി, അമിത്ഷാ ഇതൊന്നോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് RSSന്റെ എല്ലാ സംവിധാനങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിലെ അവരുടെ ഭരണ സംവിധാനങ്ങൾ, രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും ഭരണഘടനാ സ്ഥാപനങ്ങളിലെല്ലാം അവർക്ക് മേധാവിത്വം നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ തുടർച്ചയായ ഒരു ഭരണ സംവിധാനം കൂടി വന്നതോടുകൂടി അതിന്റെ ഭാഗമായിട്ട് അവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. ആ പ്ലാനാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു സർവകലാശാല, കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇത്. രാജ്യത്തെല്ലായിടത്തും, തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റികളിലെ പ്രശ്നങ്ങൾ, അവിടുത്തെ ഗവൺമെന്റിന് കേസിന് പോകേണ്ടി വരുന്നു. കർണാടകത്തിൽ പ്രശ്നങ്ങൾ, ബംഗാളിൽ ഈ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി. മമതാ ബാനർജിയും ഞങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്. ഞങ്ങളെ വലിയ നിലയിൽ വേട്ടയാടുന്നതാണ് മമതയുടെ ഭരണം. പക്ഷെ അവിടെ മമതാ ബാനർജിയുടെ ഭരണത്തിന് അവിടുത്തെ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ചാൻസലറായിരുന്ന ഗവർണർക്ക് പകരം മുഖ്യമന്ത്രിയെ ചാൻസലറായിട്ട് തീരുമാനിക്കുന്ന അവസ്ഥ വന്നു. പഞ്ചാബിൽ അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഈ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഗണനീയ വ്യക്തിത്വങ്ങളെ ചാൻസലറാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. പല BJP ഇതര സംസ്ഥാനങ്ങളും അത്തരത്തിൽ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ മാറ്റാൻ നിർബന്ധിതമായ സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ. അതുകൊണ്ട് കേരളത്തിലെ ഒരു LDF ഗവൺമെന്റോ ആ ഗവൺമെന്റിന് കീഴിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു രജിസ്ട്രാറുടെ അധികാര കസേരയുടെയോ തർക്കമല്ല ഇത്. അതിനപ്പുറത്ത് ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഭരണം ഉപയോഗിച്ച് RSSന്റെ ഐഡിയോളജി നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കുത്തിച്ചെലുത്താനുള്ള, കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള കൃത്യമായ ചെറുത്തുനിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും ഭാഗമാണ് അജിംഷ. അതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ മാനത്തെ അങ്ങനെ തന്നെ കാണേണ്ടി വരുന്നത്. ഇതൊരു കസേരക്കളിയല്ല. നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അവർക്ക് വാർത്ത എന്ന് പറയുന്നത് പൈങ്കിളിവൽക്കരണമാണല്ലോ.
അതുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ കസേരക്കളി ഇതായിരുന്നു രാവിലെ നമ്മുടെ പ്രധാനപ്പെട്ട പല ചാനലുകളുടെയും ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഇതങ്ങനെ ഒരു രജിസ്ട്രാറുടെ കസേരക്കളിയുടെ പ്രശ്നമല്ല, എത്ര ഗുരുതരവും ഗൗരവമായ പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. എല്ലാ മേഖലയിലും ഇവർ ഇങ്ങനെ കാവ്യവൽക്കരണം ഉയർത്തുന്നതിനെതിരായിട്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ അങ്ങനെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ ഐഡിയോളജിക്കലി തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിലെ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ഞങ്ങൾ എത്രയോ ചെറുതും വലുതുമായ സമരങ്ങൾ, ക്യാമ്പയിനുകൾ, സെമിനാറുകൾ ഈ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ കടന്നുകയറ്റത്തിനെതിരെ ആശയപരമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ പല ഭാഗത്തുമായിട്ട് എത്രയോ വേദികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്തരം ഇടപെടലുകൾ CPIMന്റെ ഈ കഴിഞ്ഞൊരു 10 വർഷക്കാലത്തെ പാർട്ടി രേഖകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഈ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരായി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആശയപരമായ ചെറുത്തുനിൽപ്പിന്റെ വലിയ തലം കാണാൻ വേണ്ടി കഴിയും. അപ്പൊ അത് കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ ഏറ്റവും രൂക്ഷമായി ആ സമരം ഉയർത്തുക തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള വഴി. പോരാട്ടമല്ലാതെ, ചെറുത്തുനിൽപ്പുകളല്ലാതെ ഇതിനെതിരെ മറ്റൊരു വഴിയില്ല. നമ്മുടെ മുന്നിൽ അനുഭവങ്ങൾ വരികയല്ലേ. ഗാന്ധി വധം ഇനി പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയല്ലേ. മുഗൾ ഭരണകാലം ഇനി പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയല്ലേ. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം വേണ്ട, NCERTയുടെ സിലബസുകളിൽ നിന്ന് ഇത്തരം പാഠഭാഗങ്ങളെല്ലാം നീക്കം ചെയ്യുകയല്ലേ. കേരള ഗവൺമെന്റ് തീരുമാനമെടുത്തു, കേന്ദ്രം വെട്ടിയാലും കേരള സിലബസ് അനുസരിച്ചിട്ട് പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ ഈ പാഠഭാഗങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കും. ശിവൻകുട്ടിയെ അത് വളരെ ഗൗരവമായിട്ട് തന്നെ ഒരു രാഷ്ട്രീയ നിലപാടിന്റെയും നമ്മുടെ മതനിരപേക്ഷ സംസ്കാരത്തിന്റെയും ഭാഗമായി കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് RSSന്റെ കടന്നുകയറ്റത്തിനെതിരെ, കാവ്യവൽക്കരണത്തിനെതിരെ ഞങ്ങൾ നടത്തിവരുന്ന അത്യന്തം ഗൗരവമായിട്ടുള്ള ഈ പ്രത്യയശാസ്ത്ര സമരത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന സംഭവങ്ങളെയും നമ്മൾ കാണേണ്ടത്. തീർച്ചയായും ശ്രീ VP മുസ്തഫ, ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് G മുരളീധരൻ, ഇപ്പോൾ BJP പ്രതിനിധി BG വിഷ്ണു, അഡ്വക്കേറ്റ് BG വിഷ്ണുവിലേക്ക്. ശ്രീ BG വിഷ്ണു, ഇന്നലെ പ്രത്യേകിച്ചും കുറേ നാളുകളായി കണ്ടുവരുന്ന പ്രക്രിയകളാണ്. നിങ്ങളുടെ കാവ്യവൽക്കരണത്തിന് ഗവർണറെ, ചാൻസലർ എന്ന നിലയിൽ, പിന്നീട് വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ച് ഒക്കെ നടത്തുന്ന നിങ്ങളുടെ കുൽസിതമായ പ്രവൃത്തികളെ ഇടതുപക്ഷം വളരെ കരുത്തോടുകൂടി ആ കാവ്യവൽക്കരണത്തെ രാഷ്ട്രീയമായി തുറന്നു കാട്ടി മുമ്പോട്ടെത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ നടന്ന ഏറ്റവും സാങ്കേതികമായ അതിൻ്റെ ഉള്ളടങ്ങിയ വിഷയങ്ങളിലേക്ക് തന്നെ പോയാൽ ഇന്നതിന് കോടതിയിൽ വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. അതായത് ആരാണ് അധികാര പരിധി, സർവകലാശാലയെ സംബന്ധിച്ച് നയപരമായി ആർക്കാണ് അധികാരം? അത് സിൻഡിക്കേറ്റിനാണ്, പക്ഷേ VCക്കല്ല. ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യുന്നു, റദ്ദാക്കുന്നു സിൻഡിക്കേറ്റ്. ഈ തർക്കങ്ങളിലൊക്കെ ഒടുവിൽ വിജയിക്കുന്നത് നിങ്ങളുടെ പക്ഷമല്ല എന്നതാണ് ഇന്ന് കോടതിയിലും ബോധ്യമായത്. BG വിഷ്ണു, അല്ലേ, ഇവിടെ എന്താണ് അടിസ്ഥാന പ്രശ്നം? എന്താണ് അടിസ്ഥാന പ്രശ്നം? പത്മനാഭ സേവാ സമിതി സർവകലാശാല സെനറ്റ് ഹാളിൽ ഒരു സ്വകാര്യ പരിപാടിയിൽ ഭാരതമാതാവിൻ്റെ ചിത്രം പ്രദർശനത്തോടുകൂടി പരിപാടി ആരംഭിക്കുന്നു. ആ ചിത്രം കാണുമ്പോൾ എന്തിനാണ് CPMകാർക്കും ചില സിൻഡിക്കേറ്റ് മെമ്പർമാർക്കും ഇത്ര ഹാലിളകുന്നത്? അതില്ലെങ്കിൽ ഒരു വാദത്തിന് വേണ്ടിയെങ്കിലും പറയാം, അതൊരു സർക്കാർ പരിപാടിയൊന്നുമല്ലായിരുന്നു. ഈ രാജ്യത്തിൻ്റെ സകല ചരാചരങ്ങളും അടങ്ങിയത് ഭാരതമാതാവിൻ്റെ മക്കളാണ്. ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ ഭാരതമാതാവിനെ പൂജിക്കുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് എല്ലാ നേതാക്കന്മാരും ഭാരതമാതാ ക്ഷേത്രങ്ങൾ വരെ രാജ്യത്ത് തുറക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഭാരതമാതാവിനെ കാണുമ്പോൾ CPMകാർക്ക് ഇത്ര അസ്വസ്ഥരാകുന്നത്? എന്തുകൊണ്ടാണ്? മുഹമ്മദ് അലി ജിന്നയുടെ പ്രേതം ബാധിച്ചവർക്കാണ് ഭാരതമാതാവിന്റെ ചിത്രം കാണുമ്പോൾ അസ്വസ്ഥ ഉണ്ടാകുന്നത്. അല്ലാതെ ഈ രാജ്യത്ത് പിറന്ന ഒരു പൗരനും ഭാരതമാതാവിനെ കാണുമ്പോൾ അസ്വസ്ഥരാകില്ല. അപ്പോൾ അവരുടെ മനസ്സിനാണ് പ്രശ്നം. ഞാനൊരു തിരുത്ത്, താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഭാരതമാതാവിനെയോ ഭാരതത്തെ മാതൃഭൂമിയായി കാണുന്നവരെയോ അല്ലെങ്കിൽ ഈ CPIMകാരും ഇടതുപക്ഷക്കാരും ഒക്കെ ഈ നാട്ടിലുള്ളവരാണ്, ഇവിടുത്തെ പൗരന്മാരാണ്, ഇവിടുത്തെ ഭരണഘടനയെ അംഗീകരിക്കുന്നു. അവർ ഈ രാജ്യത്തോട് മാതൃഭൂമി എന്ന നിലയിൽ കടമയും കടപ്പാടുമുള്ളവരാണ്. ആ സ്നേഹം BJP ഇറക്കേണ്ട, പറയേണ്ടതില്ല. ഇവിടെ എന്താണ് വിഷയം? ഭാരതമാതാവാണോ? അല്ല. RSSൻ്റെ വേദികളിൽ RSS മുമ്പോട്ട് വെക്കുന്ന ഒരു കാവിക്കൊടിയേന്തിയ വനിതയെ
ഭാരതമാതാവായി RSS ചിത്രീകരിച്ച് കൊണ്ടുവരികയാണ്. ഭാരതമാതാവിനെതിരല്ല, മറിച്ച് RSSൻ്റെ ആ ചിഹ്നത്തിനെതിരാണ്, RSS മുമ്പോട്ട് വെക്കുന്ന ആ ബിംബത്തിനെതിരെയാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഭാരതാംബയെ എതിർക്കുന്നു, ഭാരതമാതാവിനെ എതിർക്കുന്നു എന്നത് ഫാക്ച്വൽ എററാണ്. അത് അടിസ്ഥാനപരമായി മിസ്റ്റേക്കാണ്, തെറ്റാണ്. ഇനി താങ്കൾക്ക് തുടരാം. ഒരു ഫാക്ച്വൽ എററുമില്ല. കോടതി തന്നെ ചോദിച്ചല്ലോ, ഭാരതമാതാവിന് എന്തിന് ഇങ്ങനെ എതിർക്കപ്പെടുന്നു? ഭാരതമാതാവ് ഈ ഭൂമിയും ഈ രാജ്യവും ഭാരതമാതാവ് എന്ന സങ്കല്പത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. ഞാൻ ഇടപെട്ടില്ല. ഞാൻ താങ്കളുടെ പ്രതികരണം സമഗ്രമാകാനാണ്. ഈ ഭാരതമാതാവ് ഭരണഘടനയിലുണ്ടോ? മഹാത്മാഗാന്ധിജി രാഷ്ട്രപിതാവെന്ന് ഭരണഘടനയിലുണ്ടോ? മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണ്. ഭരണഘടനയിൽ എഴുതിയത് മാത്രമല്ലല്ലോ രാജ്യത്തിന്റെ ചരിത്രം. 1950 പറയട്ടെ, എവിടെ നിന്നാണ് താങ്കൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഒന്നുകിലും ഉത്തരം തരാം. രാജ്യത്തിന്റെ ഭരണഘടന 1950 നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യത്തിന് വലിയ ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്, സംസ്കാരമുണ്ട്. അത് അഖണ്ഡ ഭാരതമായിരുന്നു. പാകിസ്ഥാൻ വാദമുയർത്തി ഈ രാജ്യത്തെ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗുകാർ വിഭജിക്കുന്നവരെ ഈ രാജ്യത്തിന് വലിയ അതിർത്തികൾ ഉണ്ടായിരുന്നു. ആ സങ്കല്പം ഇന്നും മായാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭാരതീയർ ജീവിക്കുന്ന നാടാണിത്. അതിനെ വലിയൊരു കരിദിനമായി നമ്മൾ കാണുന്നവരാണ്. ഭാരതമാതാ പറയട്ടെ, താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടപെട്ടില്ലല്ലോ. പരിപാടിയിൽ പോരെ ഈ രാജ്യത്തിന്റെ നിങ്ങളുടെ ചിന്താഗതിയിലുള്ള ഭാരതാംബ എന്ന് നിങ്ങൾ പറയുന്ന ഒരു കാവിക്കൊടി എന്തിയ വനിതയും അത് നിങ്ങളുടേതായ രീതിയിൽ പോയാൽ പോലെ എന്തിനാണ് പൊതുപരിപാടികളിൽ ഭരണഘടന അംഗീകരിക്കാത്ത ഒരു ഘടകം കയറ്റുന്നത്? ഭാരതമാതാവ് RSSന്റേതല്ല, ഈ രാജ്യത്തിന്റേതാണ്. അല്ല, ഭാരതമാതാവ് മാതൃഭൂമി എല്ലാവരുടേതാണ്. ഈ RSS ചിഹ്നം, RSS ബിംബമാണത്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഭാരതത്തിൻ്റെ മുഴുവൻ ചിഹ്നമാക്കി മാറ്റുന്നത്? എന്ത് നിയമപരമായ സാധുതയുടെ അടിസ്ഥാനത്തിലാണ്? അത് വിശദീകരിക്കൂ. അല്ല, ഈ രാജ്യത്ത് ആ മാപ്പ്, ഇന്ത്യയുടെ മാപ്പ്, അതായത് ഇറാൻ അടക്കമുള്ള താങ്കൾ തുടരൂ. അല്ല വിഷ്ണു, അവിടെ ഇരിക്കൂ. താങ്കൾ തുടരൂ. താങ്കൾ പറയൂ വിഷ്ണു. അല്ല, ചർച്ചയിൽ എന്നെ സംസാരിക്കാൻ അനുവദിച്ചാൽ മാത്രമേ ഞാൻ തുടരാം. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളത് ചാനൽ ഇടതുപക്ഷത്തിന്റെ ചാനലാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ സംസാരിക്കാനുള്ള സാമാന്യ മര്യാദ സംസാരിക്കുമ്പോൾ കാണിക്കരുത്. ഞാൻ സംസാരിച്ചത് പൂർത്തിയാക്കൂ. ഭാരതമാതാവ് സങ്കല്പം എന്ന് പറയുന്നത് കേവലം RSSന്റെയോ BJPയുടെയോ മാത്രമല്ല, ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ചിന്തയും ആവിഷ്കാരവും ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകവുമാണ്. അതിന് വലിയൊരു പൈതൃകമുണ്ടെന്നേ. അത് പൊതു ഇടങ്ങളിൽ കാണുമ്പോൾ ആർക്കാണ് അസ്വസ്ഥയുണ്ടാകുന്നത്? എന്തിനാണ് അവർക്ക് അസ്വസ്ഥയുണ്ടാകുന്നത്? കാവ്യ പതാക RSS മാത്രമാണ് ഉപയോഗിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രാജ്യത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും ഉപയോഗിച്ച് വന്നതാണ് കാവ്യ പതാക എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മൾ ഒരു 3 ത്രിവർണ്ണ കളറോട് കൂടിയ ദേശീയ പതാക സ്വീകരിച്ചു. കാവ്യ പതാകയും ദേശീയ പതാകയും ഒക്കെ നമ്മൾ ഒരുപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് മുഹമ്മദ് അലി ജിന്നയുടെ താങ്കളുടെ ആ വേർഷൻ പറഞ്ഞു, ശരിയാണ്, അത് അവിടെ നിൽക്കട്ടെ. താങ്കളുടെ ആ വേർഷൻ താങ്കൾ പറഞ്ഞു. ഒരു കാര്യം, RSSന്റെ ചിന്തകൾ പൊതു ഇടങ്ങളിൽ പൊതുചിന്തയായി മാറണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായൊരു നീക്കമുണ്ടായാൽ അതിന് നിയമപരമായ സാധുതയില്ല. അതാണ് ഒന്ന്. 2, ദേശീയ പതാകയെ കാവിക്കൊടിക്ക് സമമാണെന്ന് പറഞ്ഞത് തന്നെ രാജ്യദ്രോഹമാണ്. നാളെ ഒരു കർഷകൻ്റെ ചിത്രം എടുത്തിട്ട് ഭാരത പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ചുവന്ന കൊടിയുമായി CPIMൻ്റെ ഒരു ബിംബത്തെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ബിംബത്തെ ഒരു ദേശീയ ബിംബമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഇല്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതവിടെ നിൽക്കട്ടെ. AKGയുടെ പേരിൽ എന്തെല്ലാം സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. AKG ഇവിടുത്തെ പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രി ഒന്നും ആയിരുന്നില്ലല്ലോ. ആര് പറഞ്ഞു? പ്രതിപക്ഷ നേതാവ്, ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് AKG. മന്ത്രിയായിരുന്നു അല്ലല്ലോ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് നേതൃനിരയിൽ അവരുടെ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് മാത്രമല്ല. നെഹ്റുവിനെ പോലെ ഒരു ഡെമോക്രാറ്റിക്കിന്റെ കാലത്ത് ഇല്ലല്ലോ. കോർപ്പറേഷനിൽ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയുടെ നേതാവിനെ പ്രതിപക്ഷത്തിന്റെ നേതാവായി അംഗീകരിക്കുന്നു എന്ന് ഇത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒരു നിയമം മോദിയും നെഹ്റുവും തമ്മിലുള്ള വ്യത്യാസവും കൂടിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഓപ്പോസിഷൻ ലീഡർ AKG ആണ്. മാത്രമല്ല,
ഇവിടെ ഒരു പൊതുപരിപാടിയിൽ AKGയുടെ ചിത്രം വെക്കുന്നില്ല, ഭരണഘടനാ സംബന്ധിയായ ഒരു പരിപാടിയിൽ AKGയുടെ ചിത്രം വെക്കുന്നില്ല, അതിനെതിരുമായിട്ട് താരതമ്യം ചെയ്യുന്നത് തന്നെ സ്വയം റദ്ദാകുന്നതാണ്. അതവിടെ നിൽക്കട്ടെ, താങ്കൾ ആ വേർഷൻ പറഞ്ഞു. അല്ലല്ല, ഇത് നമുക്ക് ഈ സ്പെസിഫിക് ആയ കാര്യത്തിലേക്ക് അഡ്വക്കേറ്റ് ജി മുരളിയിലേക്ക് പോകണം. മാർക്സിന്റെയും ഒക്കെ ചിത്രങ്ങൾ ചെഗുവേരയടക്കം വയ്ക്കുന്നല്ലോ. ഈ രാജ്യവുമായി ഇവർക്ക് എന്തെങ്കിലും ഭരണഘടനാ സംബന്ധിയായ തള്ളിവിടാനുള്ള ശ്രമങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിക്കുന്നത്. ഭാരതമാതാവിന്റെ ചിത്രത്തിനല്ലേ പ്രശ്നം, ഭാരത നാടിനല്ലേ പ്രശ്നം. മാർക്സിനോ എങ്കലിനോ ലെനിനോ ചെഗ്വേരയ്ക്കോ കഞ്ചാവിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കോ ഇവിടെ യാതൊരു തടസ്സവുമില്ല. എന്തൊരു വർത്തമാനമാണ്. ലോകം അംഗീകരിക്കുന്ന പോരാട്ട ഭൂമികളിലുള്ള മനുഷ്യരെ വിമർശിച്ചോളൂ. പക്ഷേ വിമർശിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അവർ ഗോൾവാർക്കറിനെ കുറിച്ചും പറയും, അവർ ഗോൾവാർക്കറിനെ കുറിച്ചും പറയും, അവർ കേശവ ഹെഡ്ഗേവാറെ കുറിച്ചും പറയും. അതുകൊണ്ട് താങ്കൾ അതിലേക്ക് പോകരുത്, അത് ശരിയല്ല. അങ്ങനെ കഞ്ചാവെന്ന് പറയാം, ലോകം അംഗീകരിക്കുന്നതാണ്. നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പറയുമ്പോൾ നിങ്ങൾക്ക് പോട്ടെ ഇതല്ലേ ഞാൻ പറയട്ടെ, അതവിടെ നിൽക്കട്ടെ. താങ്കൾ അതിലെ വേർഷം പറഞ്ഞു. ഇനി നമുക്ക് ഈ സ്പെസിഫിക് ആയ കാര്യത്തിലേക്ക് വരാം. യൂണിവേഴ്സിറ്റിയുടെ അധികാരം നയപരമായത് സിൻഡിക്കേറ്റിനാണോ VCക്കാണോ? അതാണല്ലോ കാതലായ തർക്കം. ഇന്ന് കോടതിയിൽ നിങ്ങൾക്ക് കിട്ടിയ തിരിച്ചടി, VCക്ക് സിസയ്ക്ക് കിട്ടിയ തിരിച്ചടി, അതിനെക്കുറിച്ച് പറയൂ. എനിക്ക് അഡ്വക്കേറ്റ് ജി മുരളിയിലേക്ക് പോകണം. മുരളീധരൻ, അല്ല, കേരള സർവകലാശാലയിൽ ഗവർണറുടെ പരിപാടി തടഞ്ഞതിനെതിരായി ഞാനടക്കം അന്ന് ആ സെനറ്റ് ഹാളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അവിടെ സർക്കാരിൻ്റേതല്ലാതെ ഒരു പരിപാടി വരുമ്പോൾ അതിനെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കേണ്ടതോ അല്ലാത്തതാണ് രജിസ്ട്രാറുടെ ജോലി. കാര്യം അത് സർക്കാർ പരിപാടിയല്ല. ഇനി അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തടയാൻ ആരാണ് രജിസ്ട്രാർ? ആരാണ്? ഔദ്യോഗികമല്ലാത്ത ഗവർണറുടെ പരിപാടി തടയാൻ എന്ത് അധികാരം രജിസ്ട്രാർക്കുണ്ട്? ആരെ രജിസ്ട്രാറെ ചുമതലപ്പെടുത്തി? ഷിജു ഖാനും മുരളീധരനും പറയുന്നതാണോ സെനറ്റിലെ സ്വകാര്യ പരിപാടിയിൽ നടത്തേണ്ടത്? അവിടെ തടയാൻ അവർക്കാരാണ്. ഞങ്ങൾക്ക് അവരെ അവിടെ നന്നായി കൈകാര്യം ചെയ്യാനൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇത് എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ എന്ന് കരുതി തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. സ്വകാര്യ പരിപാടിയിലേക്ക് വന്ന് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഗവർണറുടെ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് സ്വാഭാവികമായി മാറ്റും. കാരണം എന്താ? അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള പണിയല്ല, ഇല്ലാത്ത പണി ഇവിടെ ആരും എടുക്കാൻ ശ്രമിക്കേണ്ട. ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘിച്ചതിനടക്കം അദ്ദേഹം ഉത്തരവാദിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത്. കോടതി അന്തിമമായി തീരുമാനിക്കട്ടെ, ഞങ്ങൾ കാത്തിരിക്കാം. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഭാരതമാതാവിനെ കാണുമ്പോൾ ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഗവർണറുടെ പരിപാടി തടയുന്നവരുണ്ട്. ഈ കേസ് തീർപ്പായി. ഞാൻ ഒരു കാര്യം, താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ അതേ ചോദ്യം മറുവശത്തുമുണ്ട്. അതെന്തെന്നാൽ VC ഡെപ്യൂട്ടി തസ്തികയ്ക്ക് മുകളിലുള്ള രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ VCക്ക് എന്ത് അധികാരം എന്ന കാര്യം അവരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ തിരിച്ചെത്താം. ശ്രീ ജി മുരളീധരൻ, BJP പ്രതിനിധി പറഞ്ഞത് താങ്കൾ കേട്ടിരിക്കുമല്ലോ, ഞാൻ ആവർത്തിക്കുന്നില്ല. താങ്കൾക്ക് അതിൽ മറുപടി പറയാം, പ്രതികരിക്കാം. ഇവിടെ ഇല്ലാത്ത ഒരു അധികാരം താൽക്കാലിക വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ എടുത്ത് ഉപയോഗിച്ച അധികാരം സിൻഡിക്കേറ്റിൻ്റെ അധികാരമാണ്. അത് നിയമവിരുദ്ധമാണ് എന്ന് സിൻഡിക്കേറ്റ് പറഞ്ഞു. അതുകൊണ്ട് സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടണമെന്ന് ഞങ്ങൾ വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടു. ഇന്നലെ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടി. സിൻഡിക്കേറ്റ് അത് തിരുത്തി. അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്തി. ഈ ഘട്ടത്തിലാണ് സർവകലാശാല അപ്പോയിൻ്റ് ചെയ്ത, സിൻഡിക്കേറ്റ് അപ്പോയിൻ്റ് ചെയ്ത രജിസ്ട്രാർ നിയമവിരുദ്ധ നടപടി ആയിട്ടുള്ള സസ്പെൻഷനുമായി ബന്ധപ്പെട്ടൊരു കേസ് പോയി. ആ കേസിൽ രജിസ്ട്രാറുടെ നീതി രജിസ്ട്രാർക്ക് കിട്ടിയ സമയത്ത് രജിസ്ട്രാർ കേസ് പിൻവലിച്ചു. സിൻഡിക്കേറ്റുടെ തീരുമാനം ശരിയായിരുന്നെന്ന് ഇന്ന് കോടതി അംഗീകരിച്ചു. ഇതാണ് ഇവിടെ നടന്നത്. അതല്ലാതെ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനവും സിൻഡിക്കേറ്റ് നടത്തിയിട്ടില്ല. കഴിഞ്ഞ കുറേ നാളുകളായി കേരള സർവകലാശാലയിൽ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ് ചിലർ. കുറ്റം പറയാൻ പാടില്ല, കാരണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന അമിതാധികാര പ്രയോഗമാണല്ലോ. അത് കേരളത്തിൽ വന്ന് സർവകലാശാലകളിൽ നടപ്പിലാക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുകയാണ്. അത് കേരളത്തിൽ നടക്കില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരമാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി. കാരണം കേരള സർവകലാശാല പ്രവർത്തിക്കുന്നത് ഒരു ആക്ടിൻ്റെയും സ്റ്റാറ്റ്യൂട്ടിൻ്റെയും പിൻബലത്തിലാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും നിലവിൽ വന്നത് ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി കേരള ലെജിസ്ലേച്ചർ, കേരള നിയമസഭ അംഗീകരിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഉണ്ടാക്കിയത്. ആ ആക്റ്റും സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് വേണം സർവകലാശാല പ്രവർത്തിക്കേണ്ടത്. ആ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും സംരക്ഷിച്ചുകൊണ്ട് കേരള സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ആ സമയത്താണ് ചില ഗൂഢാലോചനയുടെ ഭാഗമായി സർവകലാശാലയെ കലാപകലുഷിതമാക്കാൻ വേണ്ടി ശ്രീ ശ്രമം നടത്തുന്നത്. അഡ്വക്കേറ്റ് ജി അതിനെ മുരളീധരൻ സിൻഡിക്കേറ്റ് ശ്രീ പ്രതിരോധിച്ചു. അഡ്വക്കേറ്റ് ശ്രീ ജി മുരളീധരൻ, അതായത് പത്മനാഭ സമിതി എന്ന സ്വകാര്യ സംഘടന അവർ വാടകയ്ക്കെടുത്തു നിങ്ങളുടെ സെനറ്റ് ഹാള്. ആ ഹാളിൽ അവർ അവരുടെ പരിപാടി സ്വകാര്യമായി നടത്തുന്നതിനെ ഇടപെടാൻ രജിസ്ട്രാർക്ക് എന്താ അവകാശം? അവരുടെ സ്വകാര്യ പരിപാടിയല്ലേ. അവിടെ RSS ബിംബോ എന്തോ വെക്കട്ടെ, എന്തിനാണ് നിങ്ങൾ അതിൽ ഇടപെട്ടത്? അതിലെന്താണ് ചട്ടം? അത് സർവകലാശാലയിൽ ഒരു സ്വകാര്യ സംഘടന വന്ന് ഹാൾ ബുക്ക് ചെയ്തു. ഒരു സംഘടനയ്ക്ക് ഹാൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് ചർച്ച ചെയ്ത് അംഗീകരിച്ചൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് വേണം അവിടെ പരിപാടി നടത്താൻ. അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ പരിപാടിയുടെ പ്രോഗ്രാം മൊത്തത്തിലുള്ളത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം കൊണ്ടുവന്നു. ആ പ്രോഗ്രാമിൽ പറയുന്നത് അടിയന്തരാവസ്ഥയുടെ 50ാമത് വാർഷികം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊരു സെമിനാർ ഗവർണർ ഉദ്ഘാടനം ചെയ്യും എന്നാണ് ആ നോട്ടീസിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യവാങ്മൂലം ഈ സംഘടന സർവകലാശാലയ്ക്ക് നൽകി. അങ്ങനെയാണ് ഹാൾ അനുവദിച്ചത്. എന്നാൽ ജൂൺ 25-ാം തീയതി വൈകുന്നേരം സർവകലാശാലയിലെ സെക്യൂരിറ്റി ഓഫീസർ സെനറ്റ് ഹാളിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ അവിടെ RSS അവരുടെ ശാഖകളിൽ ഉപയോഗിക്കുന്ന ഒരു ചിത്രം അവിടെ വെക്കുകയും അതിൽ പുഷ്പാർച്ചന നടത്താനുള്ള നീക്കം നടത്തുകയും ചെയ്തു. ഇത് അവിടെ വലിയ സംഘർഷത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. സർവകലാശാല സെക്യൂരിറ്റി ഓഫീസർ രജിസ്ട്രാറെ ഈ കാര്യം ബോധ്യപ്പെടുത്തി. രജിസ്ട്രാർ PROയോട് പറഞ്ഞു അവിടെ പോയത് വെരിഫൈ ചെയ്തിട്ട് വരണമെന്ന്. അങ്ങനെ PRO സെനറ്റ് ഹാളിലെത്തി. സെനറ്റ് ഹാളിലെത്തിയപ്പോൾ നമ്മുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ് അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നത് PRO രജിസ്ട്രാറെ അറിയിച്ചു. ഈ ഘട്ടത്തിൽ തന്നെയാണ് അവിടുത്തെ സംഘർഷ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ രജിസ്ട്രാറുടെ റൂമിൽ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, സാർ ക്രമസമാധാന പ്രശ്നമുണ്ട്, സംഘർഷമുണ്ട്, സാർ ഇടപെടണം. ആ നിലയ്ക്കാണ് രജിസ്ട്രാർ സംഘാടകരോട് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ഇപ്പോൾ നടത്തുന്ന പരിപാടി നിങ്ങൾ തന്ന സത്യവാങ്മൂലത്തിൽ എഗ്രിമെൻറ്റിൽ പറയുന്ന പരിപാടിയല്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പരിപാടി പറഞ്ഞ പരിപാടി നടത്തണം, അതിനപ്പുറത്തേക്കുള്ളത് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ മാറ്റാം. പിന്നീട് അവർ അതിൽ നിന്ന് പിന്മാറി. ഈ ഘട്ടത്തിലാണ് അവിടെ വലിയൊരു സംഘർഷ സാധ്യത ഉണ്ടാകും എന്ന സാഹചര്യത്തിൽ രജിസ്ട്രാർ രേഖാമൂലം ഒരു ഉത്തരവ് ആ സംഘടനയ്ക്ക് നൽകി, പരിപാടി നടത്താൻ പാടില്ല എന്ന്. ഇത് ചെയ്യാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രാർ. രജിസ്ട്രാർ സർവകലാശാലയിലെ അഡ്മിനിസ്ട്രേറ്റീവിൻ്റെ തലവനാണ്. അദ്ദേഹമാണത് ചെയ്യേണ്ടത്. അദ്ദേഹം അത് ചെയ്തു. അതിലെന്താ തെറ്റ്? അങ്ങനെ ഒരു സർവകലാശാലയ്ക്ക് വേണ്ടി സർവകലാശാലയുടെ മാർഗനിർദ്ദേശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ച രജിസ്ട്രാറെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് താൽക്കാലിക വൈസ് ചാൻസലർ നടപടിയെടുത്തപ്പോഴാണ് സിൻഡിക്കേറ്റ് ഇടപെടുന്നത്. ആ നടപടിക്കെതിരായിട്ടാണ് രജിസ്ട്രാർ കോടതിയിൽ പോയത്. അപ്പോൾ കോടതിയിൽ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം. ഇന്ന് തിങ്കളാഴ്ച കേസിരിക്കുകയായിരുന്നു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ സർവകലാശാലയുടെ ഭാഗം പറയാൻ പാടില്ലല്ലോ. കാരണം രജിസ്ട്രാർ പ്രതിയാക്കിയിരിക്കുന്നത് രജിസ്ട്രാർ ഇൻചാർജ്, സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ, സിൻഡിക്കേറ്റ്, ഇവർ 3 പേരാണ് റെസ്പോണ്ടന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ അവിടെ സർവകലാശാലയുടെ ഭാഗം പറയണ്ടേ? പറയണമെങ്കിൽ എന്ത് വേണം? സിൻഡിക്കേറ്റിന്റെ അധികാരമെടുത്ത് ഉപയോഗിച്ച വൈസ് ചാൻസലർക്ക് തനിച്ച് അവിടെ ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കൊടുക്കാൻ പറ്റത്തില്ല. സിൻഡിക്കേറ്റ് ആണ് അത് തയ്യാറാക്കേണ്ടത്. അങ്ങനെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലർക്ക് കത്ത് കൊടുത്തു. കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കൊടുക്കുന്നതിന് മുമ്പ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിച്ച് വൈസ് ചാൻസലർ നടത്തിയിരിക്കുന്ന ഒരു ആക്ഷൻ ഉണ്ട്, അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത്. സിൻഡിക്കേറ്റ് യോഗം വിളിച്ചപ്പോൾ സിൻഡിക്കേറ്റിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് തയ്യാറാക്കുന്ന മാത്രം അജണ്ടയാണ് വെച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് നിയമപരമല്ല. കാരണം സർവകലാശാല വൈസ് ചാൻസലർക്ക് ഉള്ള പ്രത്യേക അധികാരമാണ് ആക്ടിലെ 10(13) എന്ന് പറയുന്ന ഒരു അധികാരം. അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് തന്നെ തുടർന്ന് വരുന്ന സെക്ഷൻ 10(14) പറയുന്നുണ്ട്. എന്താ 14 പറയുന്നത്? സർവകലാശാലയിൽ അതെ, VC ഏതെങ്കിലും ഒരു നടപടി എടുത്താൽ അതിന്റെ തുടർ നടപടികൾ പരിശോധിക്കേണ്ടത് നെക്സ്റ്റ് വരുന്ന സിൻഡിക്കേറ്റിലാണ്. ഞാൻ പറഞ്ഞു വരാതാണ് പറയാണ് 10(14) പറയാണ്, ഡെപ്യൂട്ടി രജിസ്ട്രാറിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ നടപടിയെടുക്കാൻ ആർക്ക് അവകാശമുള്ളൂ? ഈ വൈസ് ചാൻസലർക്ക് അവകാശമുള്ളൂ. ഡെപ്യൂട്ടി രജിസ്ട്രാറിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയും നടപടിയെടുക്കാൻ അധികാരം നൽകുന്നില്ല വൈസ് ചാൻസലർക്ക്. അത് സിൻഡിക്കേറ്റിനാണ് അധികാരം. ആ സിൻഡിക്കേറ്റിന്റെ അധികാരം സിൻഡിക്കേറ്റായി ആക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് VC.
ആ VC ഉപയോഗിച്ച അധികാരത്തിൽ തന്നെ പറയുന്നു, ആ സെക്ഷനിൽ തന്നെ പറയുന്നു, അങ്ങനെ ഒരു അധികാരം നിങ്ങൾ സിൻഡിക്കേറ്റിന്റെ അടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സിൻഡിക്കേറ്റിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങളത് മൊത്തം പരിശോധിച്ചപ്പോൾ കാണുന്നത്, അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ ആക്ഷൻ എടുത്തിരിക്കുന്നത് ഒരു എക്സിജൻസി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നടപടിയെടുത്തത്. ജൂൺ 25 തന്നെ പ്രശ്നം ഉണ്ടാവുന്നത്. നടപടിയെടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞാണ്. എന്ത് എക്സിജൻസി? അപ്പോ ഈ നിയമം തെറ്റായ രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2, ഒരു ഉദ്യോഗസ്ഥനെ നടപടിയെടുക്കുമ്പോൾ ആക്ടിലെ 2310 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ പറയുന്നത് അദ്ദേഹത്തെ കേൾക്കണം, അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് കൊടുക്കണം, അദ്ദേഹത്തിന്റെ ഭാഗം കേട്ടിട്ടേ നടപടിയെടുക്കാവൂ. അതും ഇവിടെ പാലിച്ചിട്ടില്ല. ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടില്ല, വിശദീകരണം കൊടുത്തിട്ടില്ല. അങ്ങനെ നടപടിയെടുത്ത ഈ 2 കാരണങ്ങളാൽ ഈ നടപടി നിലനിൽക്കുന്നതല്ല, അത് റദ്ദു ചെയ്യുന്നു എന്ന് സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. എന്നിട്ട് ഈ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായി പരിശോധിച്ച് പക്ഷേ VC ഇറങ്ങിപ്പോയാൽ VC റദ്ദാകുന്നു എന്ന് പറഞ്ഞാൽ ആ സിൻഡിക്കേറ്റ് യോഗത്തിന് ആ പദവി ഉണ്ടോ? അതിലേക്കാണ് ഞാൻ വരുന്നത്. അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ പറയുന്നത് കേൾക്കൂ. അപ്പോ സിൻഡിക്കേറ്റ് ഈ 2 കാരണങ്ങളുണ്ട്. ഈ സസ്പെൻഷൻ റദ്ദ് ചെയ്യുന്നു, എന്നിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷൻ നിയോഗിക്കുന്നു. ഇത് ഇന്ന് കേസ് കോടതിയിൽ പരിഗണിക്കുമ്പോൾ സർവകലാശാലയുടെ ഭാഗം എന്ന നിലയ്ക്ക് പറയാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്താൻ സിൻഡിക്കേറ്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ചുമതലയുള്ള VC പറയാണ്, എനിക്ക് ആ തീരുമാനത്തോട് യോജിക്കാൻ കഴിയില്ല, ഇതെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ പുറത്തു പോവുകയാണ്, എക്സിറ്റ് ആവുകയാണ് അവിടുന്ന്. ഈ സാഹചര്യത്തിൽ 1977 കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് 1 ക്ലോസ് 2 പ്രകാരം പറയുന്നു ഒരു സിൻഡിക്കേറ്റ് മീറ്റിംഗ് എങ്ങനെ നടത്തണം. അവിടെ പറയുകയാണ്, VCയുടെ ആബ്സെൻസിൽ PVC ആ സിൻഡിക്കേറ്റ് മീറ്റിംഗ് ചെയർ ചെയ്യണം. ഇനി PVC ഇല്ലെങ്കിൽ ആ യോഗത്തിലുള്ള ഒരു മെമ്പറെ ചെയറായി സെലക്ട് ചെയ്തിട്ട് മീറ്റിംഗ് തുടരാം. ഇവിടെ എന്തിനാണോ സിൻഡിക്കേറ്റ് വിളിച്ചത് അതിന്മേൽ തീരുമാനമെടുക്കാതെ തനിക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനം സിൻഡിക്കേറ്റ് എടുക്കുന്നു എന്ന് കണ്ട് ഇറങ്ങി VC പോകുമ്പോൾ സ്റ്റാറ്റ്യൂട്ടിലുള്ള ഒരു പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം തുടർന്നു. ആ സിൻഡിക്കേറ്റ് യോഗം ഈ തീരുമാനം എടുത്തു, സർവകലാശാല രജിസ്ട്രാറുടെ നിയമവിരുദ്ധമായ നടപടി റദ്ദു ചെയ്യാനും അത് കോടതിയെ അറിയിക്കാനും. അതാണ് സിൻഡിക്കേറ്റ് എടുത്തത്. ആ തീരുമാനം നിലനിൽക്കില്ല എന്നല്ലേ ഇന്നലെ ഈ താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലർ പറഞ്ഞത്. പക്ഷെ കോടതിയിൽ നിന്ന് ചെന്നപ്പോഴോ കോടതി പറഞ്ഞു, സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ അതോറിറ്റിയെ സമീപിക്കാനാണ്, അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ റിട്ട് ഫയൽ ചെയ്ത രജിസ്ട്രാർ ആവശ്യപ്പെട്ടു, എന്റെ കേസിന്മേൽ പരിഹാരമുണ്ടായി, അതുകൊണ്ട് ഞാൻ കേസ് പിൻവലിക്കുകയാണ്. അത് കോടതി അനുവദിച്ചു. അപ്പൊ എന്താ, സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം 100% നിയമപരമാണ് എന്ന് കോടതി ഇന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും അഡ്വക്കേറ്റ് BG വിഷ്ണു, താങ്കൾ നിയമം അറിയാവുന്ന ഒരാൾ കൂടിയാണ്. ചാപ്റ്റർ 6 പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത്. അതാണ് VC അതടക്കം ഉള്ള കാര്യങ്ങളെല്ലാം. നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വശമെന്നത് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അടക്കം എല്ലാം ചട്ടത്തിനും നിയമത്തിനും അനുസൃതമായാണ് ഇവർ മുമ്പോട്ട് കാര്യങ്ങളെ വെക്കുന്നത്. പക്ഷേ VCക്കോ അല്ലെങ്കിൽ സംഘപരിവാർ പക്ഷത്തിനോ അതാകുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇന്ന് കോടതിയിലേറ്റ തിരിച്ചടി. ആ വാദമാണ് സിൻഡിക്കേറ്റ് അംഗം ഉന്നയിച്ചത്. താങ്കൾക്ക് അതിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? അല്ല, കോടതിയിൽ ഒരു തിരിച്ചടിയുമില്ല. കോടതി അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കാനും തീർപ്പാക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്രോപ്രിയേറ്റ് അതോറിറ്റി മേ ബി സിൻഡിക്കേറ്റ് ആയിരിക്കാം. ആയിക്കോട്ടെ, കോടതി നടപടി ഉത്തരവുകൾ വരട്ടെ എന്നേ. അന്തിമമായിട്ടൊരു വിലയിരുത്തൽ ഉണ്ടാകാതെ, തീരുമാനം ഉണ്ടാകാതെ സിൻഡിക്കേറ്റ് പറഞ്ഞതെല്ലാമാണ്. അല്ല, സിൻഡിക്കേറ്റിലെ CPM നേതാക്കന്മാർ പറയുന്നതാണ് ഹൈക്കോടതിയുടെ തീരുമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതി തീരുമാനമൊന്നും പറഞ്ഞൊന്നും അംഗീകരിക്കപ്പെടുകയൊന്നുമില്ല. ഇവിടെ പറയട്ടെ, അതോറിറ്റിയെ കുറിച്ചും സർവകലാശാല ആക്ട് പറയുന്നുണ്ട്. അതുകൂടെ പറയട്ടെ, ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വെച്ചു. ഇതെല്ലാം പൂർത്തിയാവട്ടെ എന്നേ. പ്രോസസ്സുകൾ പൂർത്തിയാവുമ്പോൾ നമുക്ക് അന്തിമമായി എന്താ തീരുമാനമെന്ന് അറിയാമല്ലോ. ഇവിടെ എന്താ പ്രശ്നം? നേരത്തെ പറഞ്ഞ രജിസ്ട്രാർ എന്തിനാണ് ഇടപെട്ടത്? ഭാരതമാതാവിൻ്റെ ചിത്രം സർവകലാശാലയിലെ ചട്ടങ്ങൾക്ക് എങ്ങനെയാണ് എതിരാവുന്നത്? ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയായ ഒസാമ ബിൻ ലാദൻ്റെ പേരിൽ കവിത എഴുതുന്നു. ഹമാസിൻ്റെ സംഘടനകളുടെ ഇപ്പോൾ വീഡിയോ അവർ നേതാക്കന്മാർ ദൈനംദിനം അവരുടെ ഇവിടെ വീഡിയോ കോളിലൂടെ പ്രത്യക്ഷപ്പെടുന്നു. അവിടെയൊന്നും ഈ വിഷയങ്ങളുണ്ടാകുമ്പോൾ പ്രതികരിക്കാത്ത CPMൻ്റെ നേതാക്കന്മാർക്ക് ഭാരതമാതാവിൻ്റെ ചിത്രം വയ്ക്കുമ്പോൾ സർവകലാശാലയിൽ എന്തോ വലിയ ചട്ടവിരുദ്ധമായ പ്രവർത്തനം നടന്നു, സർവകലാശാലയിലെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഹമ്മദ് അലി ജിന്നയുടെ പ്രേതം ബാധിച്ചവർക്കാണ് ഭാരതമാതാവിൻ്റെ ചിത്രം സ്വകാര്യ പരിപാടികളിൽ പോലും കാണുമ്പോൾ അസ്വസ്ഥമാകുന്നത്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി മുതൽ സാധാരണക്കാരായ ജനങ്ങൾ വരെ പൂവിട്ട് പൂജിക്കുന്ന ഭാരതത്തിൻ്റെ അസ്തിത്വമാണ് ഭാരതമാതാവ്. ഇതേ നിങ്ങളുടെ രജിസ്ട്രാറാണല്ലോ
ആണല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ SD കോളേജിൽ വെച്ച് ഭാരതമാതാവിൻ്റെ ചിത്രത്തിൽ പൂജിപ്പിക്കപ്പെട്ടത്. അന്ന് അദ്ദേഹത്തിന് അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ വലിയ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം CPM-കാരൻ്റെ ഒരു കൂലി തൊഴിലാളിയായി മാറിപ്പോയത് കൊണ്ട് തന്നെയാണ്. ഭാരതമാതാവിൻ്റെ ചിത്രം കണ്ടപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന CPM-നുമൊക്കെ വലിയ അസ്വസ്ഥത ഉണ്ടാകുന്നത്. പക്ഷേ ഇതൊന്നും പോകുന്നില്ല. ഇപ്പോൾ കേരള സർവകലാശാലയിൽ നിങ്ങൾ വിലക്ക് കൽപ്പിക്കാൻ വന്നാൽ നാളെ പാർലമെൻറ്റ് മുതൽ രാജ്യത്തിൻ്റെ നിയമസഭയിൽ വരെ ഭാരതമാതാവിൻ്റെ ചിത്രമുണ്ടാകും. അക്കാര്യങ്ങൾ ഇനി വരാൻ പോവുകയാണ്. അത് കാത്തിരുന്ന് തന്നെ കാണാം. അല്ലാതെ കേരള സർവകലാശാലയിൽ ഭാരതമാതാവിൻ്റെ ചിത്രത്തിനെതിരെ CPM പ്രതിഷേധിച്ചാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ രാജ്യം ഭരിക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ സംഘപരിവാർ തന്നെയാണ്. ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഇവിടെ ആദരിക്കപ്പെടും. ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ എല്ലാവരും ബഹുമാനിക്കപ്പെടും. ഈ രാജ്യം അംഗീകരിക്കപ്പെടും. അതിന് നിങ്ങൾ കൂടുതൽ അതിന് വേഗതയേറുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമസ്ത കേന്ദ്രങ്ങളിലേക്കും ഭാരതമാതാവിനെ പൂജിക്കപ്പെടാനുള്ള പുതിയ വഴികൾ കേരളത്തിലടക്കം തീർച്ചയായും. അതായത് ഇവിടെ BG വിഷ്ണു ഉപയോഗിക്കുന്ന തന്ത്രം എന്നത് ഈ RSS ബിംബത്തെ, രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. RSS ബിംബത്തെ ഭാരതമാതാവായി എല്ലാവരും കാണണമെന്ന് വാശി പിടിക്കുകയാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. നമ്പർ 1. നമ്പർ 2 ഭാരതത്തെ മാതാവായാണ് ഈ മനുഷ്യർ കാണുന്നത്. ഇവിടുത്തെ പൗരന്മാരെല്ലാം മാതൃഭൂമിയായാണ്. പക്ഷെ RSS ബിംബത്തെയാണ് ഇവരെതിർക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞത് ഉപയോഗിച്ച് കായികമായി നേരിടുമെന്നുള്ളതാണ്. 3, താങ്കൾ ഈ വൈകാരികമായ വിഷയത്തിലേക്ക് ഒസാമ ബിൻ ലാദൻ, ഭാരതമാതാവ് എന്നൊക്കെ പറഞ്ഞ് വൈകാരികമായി കൊണ്ടുപോകാതെ ഇതിൻ്റെ മെറിറ്റിലേക്ക് വരുന്നില്ല. ഇവിടെ G മുരളീധരൻ പറഞ്ഞ കാര്യം നോക്കൂ. അതിനെ ഉപോത്പകമായി ചില കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഷർലി രാജൻ വേഴ്സസ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതായത് 2018 ഫെബ്രുവരിയിലെ കേസാണ്, ഫെബ്രുവരി 5. അതിൽ കോടതിയുടെ വെർഡിക്റ്റ് ഉണ്ട്, പ്രസിഡൻ്റ് ഉണ്ട്. എന്താണ്? സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങളെ ഓവർ റൂൾ ചെയ്ത് പോകാനുള്ള അധികാരം VC-ക്കില്ല എന്ന വെർഡിക്റ്റ് ഉണ്ട്, എന്ന പ്രസിഡൻ്റ് ഉണ്ട്. 1. 2, സർവകലാശാല ആക്ട് പ്രകാരം 10-13 പ്രകാരം VC ഏതെങ്കിലും ഒരു തീരുമാനം 10-13 പ്രകാരം VC-ക്ക് ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം. അങ്ങനെ എടുത്താൽ അത് അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ വെക്കണം, അത് ചർച്ച ചെയ്യണം. അവിടെ VC കാണിച്ച വീഴ്ച അതേ സംബന്ധിച്ച് വിഷ്ണു BJP പറയുന്നില്ല. അങ്ങനെ വെച്ചാൽ എന്താണ്? VC പറഞ്ഞ ആ തീരുമാനം അംഗീകരിക്കണമെന്നല്ല 10-14 പറയുന്നത്. അതാണ് G മുരളീധരൻ പറയുന്നത്. 10-14 പറയുന്നത് സിൻഡിക്കേറ്റിന് ആ തീരുമാനത്തിന്മേൽ തുടർ നടപടികൾ സ്വീകരിച്ച് അന്തിമ തീർപ്പിലേക്ക് പോകാം. ഇതൊക്കെ ചട്ടപരമാണ്. ഈ വിഷയങ്ങൾ ചട്ടത്തിലും നിയമത്തിലും അധിഷ്ഠിതമായാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന രാഷ്ട്രീയ പോരാട്ടം കൂടി നിയമപരമായി ഉൾപ്പെടുത്തിയാണ് ഇവർ നീങ്ങുന്നത്. ആ കാര്യത്തെ സംബന്ധിച്ചും BJP മിണ്ടുന്നില്ല, BG വിഷ്ണു മിണ്ടുന്നില്ല. അല്ല, ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടായാൽ അത് പരിഹരിക്കപ്പെടാൻ തന്നെയാണ് ഇവിടെ നീതിന്യായ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. ആ നീതിന്യായ സംവിധാനങ്ങളിലേറ്റ തിരിച്ചടിയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയ ഉദാഹരണം പറയാം. VC-ക്ക് വേണ്ടി ആരാണ് ഹാജരായത്? യൂണിവേഴ്സിറ്റിയുടെ വക്കീലാണോ? സ്റ്റാൻഡിംഗ് കൗൺസിലാണോ? അല്ല. VC-ക്ക് വേണ്ടി VC സ്വന്തം ചിലവിലുള്ള അഡ്വക്കേറ്റ് വെക്കണം. അതായത് ജോർജ് പൂന്തോട്ടം, അദ്ദേഹത്തെയാണ് വെച്ചത്. അപ്പോൾ അവിടെ തന്നെ യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിക്കുന്നില്ല VC എന്നുള്ളതാണ്. VC-ക്ക് ആ അർത്ഥത്തിലുള്ള ഒരു സിൻഡിക്കേറ്റിലെ ഒരംഗം എന്ന നിലയിൽ മാത്രമേ അവിടെ പരിഗണനയുള്ളൂ. പവർഫുൾ ചട്ടപ്രകാരം സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തെയാണ് മറികടക്കാൻ നിങ്ങൾ ശ്രമിച്ചത്. അതാണ് ചട്ടവിരുദ്ധം. അതുകൊണ്ടാണ് കോടതിയിൽ ഇന്ന് ഈ കാര്യത്തിൽ തീർപ്പാകുന്നതും രജിസ്ട്രാർ ഇത് പിൻവലിച്ചു പോകുമ്പോൾ ഓക്കെ അങ്ങനെ പൊയ്ക്കോളൂ എന്ന് കോടതിക്ക് പറയേണ്ടിയും വന്നത്. അപ്പോഴാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ ജോർജ് പൂന്തോട്ടം എന്ന VC-യുടെ അഭിഭാഷകൻ, സിസയുടെ അഭിഭാഷകൻ എഴുന്നേൽക്കുന്നത്. അപ്പോഴാണ് കോടതി പറയുന്നത് അത് പരിഗണിക്കേണ്ട ഒന്നും കാര്യം ഇവിടെയില്ല. വേണം നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ അല്ലെങ്കിൽ സമീപിക്കാം, അതായത് ഇതിന് ഉചിതമായ ഒരു അതോറിറ്റിയെ നിങ്ങൾക്ക് സമീപിക്കാം എന്ന് പറഞ്ഞ് കോടതി ആ വിഷയം കൈകഴുകുകയാണ് ചെയ്തത്. ഇത് നിങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയല്ലേ? ഇതിന് മറുപടിയില്ലേ BG വിഷ്ണു? അല്ല, ഞങ്ങൾക്ക് കൃത്യമായ മറുപടിയുണ്ട്. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സുപ്രീം കോടതിയൊന്നുമല്ല. കേരളത്തിൽ CPM-കാർ കാലാകാലങ്ങളായി തങ്ങളുടെ സ്വാധീനത്തിൽ കോളേജുകളെ കൈപ്പിടിയിലെടുത്തിക്കൊണ്ട് തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർക്ക് ചെന്ന് കേരള ഇടമാക്കി സർവകലാശാലകൾ ഞാൻ പറയട്ടെ
എല്ലാം നിയമത്തിലൂടെയാണല്ലോ. നിങ്ങൾ ഇത്രയും നാൾ ഗവർണറുടെ നോമിനി ആയിട്ട് വന്നവരെല്ലാം RSSകാർ നിയമവിരുദ്ധമായി സർവകലാശാലയിൽ കയറുന്നവരാണ് എന്ന് പറഞ്ഞ് വാദോരാതെ കേരളം മുഴുവൻ ഗോവിന്ദൻ മാഷടക്കം പ്രസംഗിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെ CPM കൈപ്പൊടിയിലേക്ക് കൃത്യമായി തെരഞ്ഞെടുപ്പ് പോലും നടത്താത്ത രീതിയിൽ വന്ന് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ സർവകലാശാലയിൽ വന്നിട്ടുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ നിയമവിരുദ്ധമായോ നാടിന് ചേരാത്ത രീതിയിലോ അവർക്ക് ഭൂരിപക്ഷമുണ്ട്, ഞാൻ ആ ഭൂരിപക്ഷത്തേക്ക് അംഗീകരിക്കുന്നു. തീരുമാനിച്ചാൽ അതൊക്കെ അങ്ങ് നടപ്പിലാക്കാൻ ഈ നാട്ടിൽ പറ്റുമോ? ഈ രാജ്യത്ത് കൃത്യമായ നിയമവ്യവസ്ഥയുണ്ട്. അന്തിമ കോടതി വിധികളെല്ലാം ഈ നാട്ടിൽ വരാനുണ്ട്. മുരളീധരൻ ചോദിക്കുന്നത് എന്താണ് ജി മുരളീധരൻ പറയൂ. അല്ല, ഈ ഭൂരിപക്ഷം അംഗീകരിക്കാൻ വൈസ് ചാൻസലർ തയ്യാറാവാത്തതാണ്. വൈസ് ചാൻസലറുടെ അസാന്നിധ്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് അത് വൈസ് ചാൻസലർ അടക്കം എല്ലാവരും അംഗീകരിക്കണമെന്നുള്ളതാണല്ലോ CPMന്റെ വാദം. അത് വിലപ്പോയില്ലല്ലോ. കോടതി പറഞ്ഞത് ഞങ്ങൾക്കൊരിക്കലും ഒരു തിരിച്ചടിയല്ല, അപ്രോപ്രിയേറ്റ് അതോറിറ്റിയുടെ കൃത്യമായി കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്രോപ്രിയേറ്റ് അതോറിറ്റി ആരാണ്? ആക്ട് പറയുന്നു. അതോറിറ്റീസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി സെക്ഷൻ 16 ഓഫ് ദ കേരള യൂണിവേഴ്സിറ്റി ആക്ട് 1974. 1. The Senate. 2. The syndicate. 3. The academic council. 4. The faculties. 5th. The board of studies. 6th. The students council. 7. The finance committee. And 8. Such other boards or bodies of the university as may be declared by the statutes to be authorities of the university. Okay. എന്നാണ് പറയുന്നത്. അതാണ്, അതിൽ ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾ അതാണ് ചട്ടപരമല്ല, ചട്ടങ്ങളെ അംഗീകരിക്കുന്നില്ല, ആക്ടിനെ അംഗീകരിക്കുന്നില്ല. ആരാണ് ഗവർണർ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നോ അനുകൂലിക്കുന്നില്ലെന്നോ അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ എല്ലാ പറയട്ടെ, നിയമ സംവിധാനത്തെയും അംഗീകരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായാൽ അതൊരു അന്തിമ വിധിയല്ലല്ലോ, മേൽക്കോടതിയിലേക്ക് പോകാമല്ലോ. പറയട്ടെ, പറയുന്നത് ആരാണ്? ഈ രാജ്യത്തെ പൗരത്വ നിയമം വന്നപ്പോൾ കേന്ദ്ര സർക്കാർ പൗരത്വ നിയമം കേന്ദ്ര സർക്കാർ പാസാക്കിയപ്പോൾ, നിരവധി നിയമങ്ങൾ പാസാക്കിയപ്പോൾ, അത് അധികാരമുള്ള സർക്കാർ പാസാക്കിയപ്പോൾ അതെല്ലാം രാജ്യവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ശരിയാണെന്ന് പറയൂ, പൗരത്വ നിയമം ശരിയാണെന്ന് പറയൂ. അന്ന് ചെയ്ത സമരങ്ങളെല്ലാം അപ്രോപ്രിയേറ്റ് അതോറിറ്റി പാസാക്കിയ നിയമത്തിനെതിരെ നിങ്ങൾ ചെയ്ത സമരങ്ങൾ തെറ്റാണെന്ന് പറയൂ. അപ്രോപ്രിയേറ്റ് അതോറിറ്റി അല്ലേ അജിംഷേ? പറയൂ. അല്ല അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു, താങ്കൾ ചോദിക്കുന്നതിന് മറുപടിയില്ല താങ്കൾക്ക്. ഞാൻ ചോദിക്കുന്ന അതായത് അതോറിറ്റി തന്നെയാണ് സുപ്രീം കോടതിയും പിന്നീട് അംഗീകരിച്ചു. നിയമങ്ങൾക്കെതിരെ സമരം ചെയ്ത നിങ്ങൾ ആ അപ്രോപ്രിയേറ്റ് അതോറിറ്റിക്ക് എതിരാകുമ്പോൾ ഞാൻ ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. താങ്കൾ പറയുന്നു VC ഇന്നലെ പറഞ്ഞതടക്കം BJP അംഗങ്ങൾ പുറത്തിറങ്ങി വന്ന് പറഞ്ഞ അതേ വാചകം VC ആവർത്തിക്കുകയാണ്, താൽക്കാലിക VC സിസ ചെയ്തത്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു. ഈ സിൻഡിക്കേറ്റ് ഇതൊരു പാർട്ടി യോഗമാണ്. ഈ ചാൻസലർ വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിന് ആ പദവി ഉണ്ടാകില്ല എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ആരെയാണ്? രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് അതടക്കമുള്ള കാര്യങ്ങളിൽ കോടതിയിൽ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിയില്ലേ? അത് നിയമപരമാണോ? ആ കാര്യത്തിൽ മറുപടി പറയൂ ശ്രീ ബി ജി വിഷ്ണു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോടതിയുടെ അന്തിമ തീർപ്പ് ഉണ്ടാകുന്നത് വരെ അന്തിമ തീർപ്പ് വരട്ടെ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നിയമ പോരാട്ടങ്ങൾ നടക്കട്ടെ. അതിൽ അന്തിമ വിധി. ഇതിൽ വലിയ തീർപ്പ് എന്താണ്? ഇതിൽ വലിയ തീർപ്പ് എന്താണ്? ഈ അപ്പർ അതോറിറ്റിയെ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് കേസ് അവസാനിച്ചു. കേരളത്തിലെ സിൻഡിക്കേറ്റ് നടത്തുന്നതെല്ലാം അപ്രോപ്രിയേറ്റ് അതോറിറ്റിയാണെന്നും ഈ രാജ്യത്തിന്റെ പാർലമെന്റ് നിയമങ്ങൾ അപ്രോപ്രിയേറ്റ് അതോറിറ്റി സമ്മതിക്കണം. ഈ സിൻഡിക്കേറ്റ് അല്ല VC ഇറങ്ങിപ്പോയാൽ എന്ന് പറഞ്ഞത് തള്ളിയില്ലേ കോടതി? ഈ സിൻഡിക്കേറ്റ് അല്ല VC ഇറങ്ങിപ്പോയാൽ ആ വാദം പൊളിഞ്ഞില്ലേ? രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ VCക്ക് അധികാരമില്ല, ഇത് തെളിഞ്ഞില്ലേ ഈ കേസ് തീർപ്പാക്കുമ്പോൾ? അത് പറയൂ ബി ജി വിഷ്ണു, അതിന് മറുപടി ഉണ്ടോ? അല്ല, നിങ്ങൾ കേരളത്തിലെ സിൻഡിക്കേറ്റ് ആണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെന്നും ഈ രാജ്യത്തിന്റെ അന്തിമ വിധികർത്താക്കളെന്നും പറഞ്ഞാൽ അതൊന്നും അങ്ങനെയൊന്നും പോവില്ല. ഞങ്ങളിതെല്ലാം കാത്തിരിക്കാനും നിയമം നേടാനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. ഇത് യൂണിവേഴ്സിറ്റി സംബന്ധമായ വിഷയമായതുകൊണ്ട് അതാണ് അവരിലേക്ക് കൂടുതൽ സമയം പോയത്. പക്ഷേ ഇതിൽ മൂർത്തമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതാണ് ഒരു CPIM നേതാവെന്ന നിലയിൽ ഞാൻ താങ്കളിലേക്ക് വരുന്നതും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന് AKGയുടെ ചിത്രം വെക്കുന്നില്ലേ?
മറ്റ് പരിപാടികളിൽ കമ്മ്യൂണിസ്റ്റ് ബിംബങ്ങൾ വെക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് ഈ RSS ബിംബത്തെ എതിർക്കാനുള്ള CPIM അടക്കമുള്ള ഇടത് പാർട്ടികളുടെ ചേതോവികാരം? എന്താണ് ആ ആശയം? അതൊന്ന് അടിവരയിട്ട് വിശദമാക്കും. പലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഈ RSS വാദങ്ങൾക്കാകും. നിങ്ങൾ ഭാരതമാതാവിനെയാണോ എതിർക്കുന്നത്? മാതൃഭൂമിയാണോ എതിർക്കുന്നത്? RSSന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാം, അവരുടെ വേദികൾ അവർക്ക് അതിന് ഉപയോഗിക്കാം. അതിലൊന്നും ആർക്കും തർക്കമില്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാമല്ലോ, കോൺഗ്രസിന്റെ ആശയങ്ങൾ. നമ്മുടെ രാജ്യത്ത് അങ്ങനെ എല്ലാവർക്കും അവരവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിനൊന്നും ആരും തടസ്സം നിന്നിട്ടില്ലല്ലോ. RSS ഈ 100 കൊല്ലമായില്ലേ അവരുടെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും കലാപങ്ങളും കുഴപ്പങ്ങളും എല്ലാം ഈ രാജ്യത്ത് നടത്തുന്നില്ലേ? അതിനെ വിമർശിക്കേണ്ടതിനെ മറ്റ് ജനാധിപത്യ കക്ഷികൾ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അവരുടെ പരിപാടി ആരെങ്കിലും തടസ്സപ്പെടുത്തുകയോ അവരുടെ പ്രചരണത്തെ കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇവിടെ നേരത്തെ ജി മുരളീധരൻ സിൻഡിക്കേറ്റ് അംഗം സൂചിപ്പിച്ചതുപോലെ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാൾ ഒരു പൊതുപരിപാടിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുവാദം നൽകുമ്പോൾ അവരുണ്ടാക്കിയ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിൽ പറയുന്നത് എന്താ? മതപരമായ വിദ്വേഷമോ മതപരമായ വെറുപ്പോ അല്ലെങ്കിൽ അപരമത വിദ്വേഷമോ ഒക്കെ ഉണ്ടാക്കുന്ന അത്തരം ചിഹ്നങ്ങളോ കാര്യങ്ങളോ സെനറ്റ് ഹാളിൽ പ്രൈവറ്റ് പരിപാടിയാണെങ്കിൽ പോലും സ്വകാര്യ പരിപാടിയാണെങ്കിൽ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ആ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിന്റെ ഉപയോഗം സംബന്ധിച്ച് ഉണ്ടാക്കിയ മാനദണ്ഡങ്ങളിലുള്ളതാണ്. അത് ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു RSSന്റെ വേദിയിൽ ഉപയോഗിക്കുന്ന ഒരു ചിത്രം നേരത്തെ മുൻകൂട്ടി അവർ കൊടുത്ത പ്രോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായി അവർ മുരളീധരൻ അത് വ്യക്തമാക്കിയല്ലോ. അനുവാദം തേടുമ്പോൾ ഈ പറഞ്ഞ പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന RSS സംഘടന യൂണിവേഴ്സിറ്റിക്ക് നൽകിയ നോട്ടീസിലോ കാര്യങ്ങളിലോ ഇങ്ങനെ RSS ചിഹ്നം അവിടെ ഉപയോഗിക്കുന്നുണ്ട്, മതപരമായ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. മതപരമായ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാകെ ഉപയോഗിക്കുന്ന ചിഹ്നം എന്നല്ല കേട്ടോ അജിംഷെ, ഈ മതസൂചനകൾ ഉള്ള ചിഹ്നം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അല്ലാതെ ഹിന്ദുക്കളാകെ ഉപയോഗിക്കുന്ന ചിഹ്നം RSS കൊണ്ടുവന്നു എന്നല്ല. കാരണം ഇവിടെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഭാരതാംബയുടെ ചിത്രം എന്നോ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നു. ഇതാണ് ഭാരതാംബയുടെ ചിത്രം എന്ന് ആരാണ് തീരുമാനിച്ചത്? RSSന് അതിന് എന്ത് അട്ടിപ്പേർ അവകാശമുള്ളത്? സഹസ്രാബ്ദങ്ങളായില്ലേ ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പം നിൽക്കുന്നത്? സഹസ്രാബ്ദങ്ങളായി. അന്ന് ബ്ലൗസും സാരിയും ഉടുത്ത ഒരു ഭാരതാംബയുണ്ടോ? 10,000-കണക്കിന് വർഷം മുമ്പ് ബ്ലൗസും സാരിയും ഉടുത്ത ഒരു ഭാരതാംബയുണ്ടോ? കാവിക്കൊടി അന്ന് 10,000-കണക്കിന് വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടോ? അന്ന് വസ്ത്രങ്ങളെ ഇല്ലാന്നേ, തുണിയേ ഇല്ലല്ലോ, അത് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ലോകത്ത്. ഇതൊക്കെ വന്നത് ഈ ബ്ലൗസും സാരിയൊക്കെ ഇന്ത്യയിൽ തന്നെ ഉപയോഗത്തിൽ, എല്ലാവരുടെയും ഉപയോഗത്തിൽ വന്നത് എപ്പോഴാ? ഏതാനും വർഷങ്ങൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ, ഏതാനും പതിറ്റാണ്ടുകൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ ഏതാനും പതിറ്റാണ്ടുകൾ മാത്രമായിട്ടുള്ള ഉപയോഗത്തിലിരിക്കുന്ന ബ്ലൗസും സാരിയും ഉടുപ്പിച്ച് ഒരു കാവിക്കൊടിയും കൊടുത്തിട്ട് ഒരു സ്ത്രീയെ വരച്ചു വെച്ചാൽ അത് ഭാരതാംബയാകുമോ? ഇനി നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഗവർണർ, RSSകാരനായ ഗവർണർ കൊണ്ടുവന്നിട്ട് അവിടെ തൊട്ടാണല്ലോ ഈ വിവാദം തുടങ്ങുന്നത്. രാജ്ഭവനിൽ കൊണ്ടുവന്ന ഔദ്യോഗിക പരിപാടിയിൽ ഇത് ശരി, വിഷ്ണു പറയുന്നു ഇത് ഞങ്ങളുടെ സ്വകാര്യ പരിപാടിയാണ് ഞങ്ങൾ എടുത്ത് ചെയ്തത്. എന്നാൽ കൃഷി വകുപ്പിന്റെ പരിപാടിയിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയിലും രാജ്ഭവനിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ RSS ചിത്രം വന്നത്? ഇത് തന്നെയാണ് ഭാരതാംബയുടെ ചിത്രം എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ തീരുമാനിക്കാൻ കഴിയുന്നത്? നിങ്ങളെക്കാൾ വലിയ മനുഷ്യനല്ലേ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം കണ്ടെത്തതുപോലെ വേദങ്ങളും പുരാണങ്ങളൊന്നും ഓരോ RSSകാരനും പഠിച്ചിട്ടില്ല. ഒരു ഗുരുജി ഗോൾവാക്കറും പഠിച്ചിട്ടില്ല, ഒരു സവർക്കറും പഠിച്ചിട്ടില്ല. ടാഗോർ പഠിച്ചതുപോലെ വേദവും പുരാണവും ഭാരതത്തിന്റെ സംസ്കാരവും ഇതിഹാസങ്ങളും. ആ ടാഗോറിന്റെ മരുമകൻ അവനീന്ദ്രനാഥ് ടാഗോർ ഒരു ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ടുണ്ട്. വിഷ്ണു അത് അംഗീകരിക്കുമോ? 4 കൈകളുള്ള ദുർഗയുടെയും കാളിയുടെയും അംശങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഭാരതാംബയുടെ ചിത്രം മഹാനായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അനന്തരവനും ഇന്ത്യയുടെ പ്രസിദ്ധ ചിത്രകാരനുമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിട്ടുള്ള അവനീന്ദ്രനാഥ് ടാഗോർ വരച്ചതുണ്ട്. ആ 4 കൈകളിൽ എന്തൊക്കെയാ ഉള്ളത് അജിംഷെ? ഒരു കൈയിൽ പുസ്തകം, ഒരു കൈയിൽ മാല, ഒരു കൈയിൽ നെല്ലിന്റെ കറ്റ, 4ാമത്തെ കൈയിൽ വെളുത്ത തുണി. ഇത് 4ന്റെ പ്രതീകമാണ്. പുസ്തകം വിദ്യാഭ്യാസത്തെ പ്രതിനിധീകരിക്കുന്നു, മാല ദീക്ഷയെ പ്രതിനിധാനം ചെയ്യുന്നു, നെല്ലിന്റെ കറ്റ അന്നത്തെ ഭക്ഷണത്തെ പ്രതിനിധാനം ചെയ്യുന്നു, വെളുത്ത തുണി വസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഭാരതാംബയുടെ ചിത്രം പ്രസിദ്ധനായ ചിത്രകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ അവനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതാംബയുടെ ചിത്രം നിങ്ങൾ വെക്കുവോ? നിങ്ങൾ എന്താണ് എടുക്കാത്തത്? അതൊരു കാവിക്കുടിയില്ലല്ലോ. ഇനി മലയാളി കൂടിയായ നമ്മുടെ അഭിമാനമല്ലേ രാജാ രവിവർമ്മ. ആ രാജാ രവിവർമ്മ 2 ഭാരതാംബയുടെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 1898 മറ്റും 1
അതുപോലെ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിലും 2 ഭാരതാംബയുടെ ചിത്രങ്ങൾ 2 വ്യത്യസ്ത ഭാവത്തിൽ രാജാ രവിവർമ്മ വരച്ചിട്ടുണ്ട്. അതിലൊരു കാവിക്കൊടിയും ഇല്ലല്ലോ. അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഇനി വാരണാസിയിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി ഇപ്പൊ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ അന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ഭാരതാംബയുടെ പേരിൽ ഒരു ക്ഷേത്രമുണ്ടെന്നേ, ഒരു ക്ഷേത്രമുണ്ട്. മഹാത്മാഗാന്ധിയാ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അത് തുറന്നു കൊടുത്തത്. അവിടെ ഉള്ള ഈ ഭാരതാംബയുടെ പ്രതിഷ്ഠ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ കാവിക്കൊടി എന്തിയ സ്ത്രീയാണോ? അല്ലല്ലോ. നിങ്ങളെന്ത് ഗാന്ധിജിയുടെ ആ ഭാരതാംബയെ, ടാഗോറിന്റെ ആ ഭാരതാംബയെ, രാജാ രവിവർമ്മയുടെ ഭാരതാംബയെ ഇതിലൊന്നും സ്വീകരിക്കാൻ നിങ്ങൾക്ക് തയ്യാറാകാത്തത്? നിങ്ങൾ കാവിക്കൊടിയും പിടിച്ച ഒരു സ്ത്രീയുടെ ചിത്രം കൊണ്ട് വെച്ചിട്ട് ഇതാണ് ഭാരതാംബ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് തരേണ്ട ബാധ്യതയൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്കില്ല, ജനാധിപത്യവാദികൾക്കില്ല. നിങ്ങൾ ശാഖയിൽ അത് അംഗീകരിച്ചോളൂ, നിങ്ങളത് കൊണ്ടുവരണോളൂ. അതാണ് കാതലായ രാഷ്ട്രീയ ചോദ്യമാണ് ബി ജി വിഷ്ണു അദ്ദേഹം ഉന്നയിച്ചത്. കാരണം അബീന്ദ്രനാഥ് ടാഗോറിൻ്റെയും രാജാ രവിവർമ്മയുടെയും ഗാന്ധിജിയുടെയും ഒക്കെ ഭാരതമാതാവ് എന്നത് വെവ്വേറെ രീതിയിലാണ്. അത് RSS ഉപയോഗിക്കാൻ തയ്യാറുണ്ടോ? ഇല്ല. RSS ഉപയോഗിക്കുന്നത് കാവിക്കൊടി എന്ന ഒരു വനിതയുടെയാണ്. RSS ബിംബമാണ്. അത് കാതലായ രാഷ്ട്രീയമാണ്. തീർച്ചയായും അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില വസ്തുതകൾ, അതായത് ചട്ടങ്ങളെയും ആക്ടുകളെയും ഭൂരിപക്ഷത്തെയും ഒക്കെ മറികടക്കുകയും ട്വിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു, പല വിഷയങ്ങളെ കുത്തിത്തിരിക്കുന്നു നിങ്ങൾ എന്ന രാഷ്ട്രീയ ആരോപണം, കോടതിയിൽ ഇന്നേറ്റ തിരിച്ചടി, ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ഇന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ സേവാഭാരതിയുടെ RSSുമായി ബന്ധപ്പെട്ടൊരു സംഘടനയുടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്തതും ഉദ്ഘാടനം ചെയ്തതും VCമാരാണ്. നോക്കൂ ഏതൊക്കെ തരത്തിലാണ് അതിനെ കാണേണ്ടത്. മലപ്പുറം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കാലിക്കറ്റ് VC ഡോക്ടർ P രവീന്ദ്രൻ, സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ K ശിവപ്രസാദ് തിരുവനന്തപുരത്തെ അതേ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. ആരോഗ്യ സർവകലാശാല പ്രോ VC ഡോക്ടർ CP വിജയൻ ആലപ്പുഴയിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ കൃത്യമായി ഒരു രാഷ്ട്രീയവൽക്കരണം സംഘപരിവാർ ഇവിടെ ശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അത് അവർ പറയുന്ന രാഷ്ട്രീയ ആരോപണമല്ല എന്നുള്ളതല്ലേ ബോധ്യമാകുന്നത്? VPP മുസ്തഫയ്ക്ക് അദ്ദേഹം സംസാരിപ്പിച്ച് അവസാനിച്ചതിന് തന്നെ മറുപടി തുടങ്ങാം. അദ്ദേഹം സംസാരിച്ചപ്പോൾ താങ്കളും ഇടപെട്ടിട്ടില്ല, ഞാനും ഇടപെട്ടിട്ടില്ല, അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ പറയുന്നു. ഈ രാജ്യം വിവിധ സംസ്കാരങ്ങളുള്ള രാജ്യമാണ്. ഈ രാജ്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ രാജ്യത്ത് ഭാരതമാതാവിനെ പല രൂപത്തിലും പല രീതിയിലും പൂജിക്കുന്നവരുണ്ട്. അതിൽ ഭക്തിയും ബഹുമാനവും മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്ത് മണ്ണിനെ പൂജിക്കുന്നവരുണ്ട്, പശുവിനെ പൂജിക്കുന്നവരുണ്ട്, സിംഹത്തെ പൂജിക്കുന്നവരുണ്ട്, പലതരത്തിൽ എല്ലാ രീതിയിലും പൂജിക്കപ്പെടുന്നവർ ഈ രാജ്യത്തുണ്ട്. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെയുണ്ട്. അതിൽ ചിലപ്പോൾ രൂപങ്ങളിലും ഭാവങ്ങളിലുമൊക്കെ വ്യത്യാസം വരാം. അല്ലാതെ ശരീഅത്ത് നിയമത്തിലൂടെ രൂപമോ ഭാവമോ ദൈവത്തിൻ്റെ വ്യത്യാസമോ മാറിയാൽ കയ്യുമോ തലയോ വെട്ടുന്ന കിരാതക നിയമമുള്ള രാജ്യമല്ല നമ്മുടേത് എന്ന് VPP മുസ്തഫയെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. രാജാ രവിവർമ്മയുടെ ചിത്രത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചിത്രമാണ് സരസ്വതി ദേവിയുടെ ചിത്രം. ആ സരസ്വതി ദേവിയുടെ ചിത്രം നഗ്നമായി വരച്ച് അപമാനിച്ച MF ഹുസൈനെ MA ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് നിങ്ങൾ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ ശ്രമിച്ചത്. പിന്നീട് MF ഹുസൈന് അതിൻ്റെ കാരണത്താൽ ഈ രാജ്യം വിടേണ്ടി വന്നു. നാളിതുവരെ മരിക്കുന്നത് വരെ അയാൾക്ക് ഈ രാജ്യത്ത് കാല് കുത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്കെതിരായിരുന്നു അയാൾക്കെതിരെയുള്ള ഈ രാജ്യത്തിൻ്റെ പ്രതിഷേധം. അതാണോ നിങ്ങളുടെ സംസ്കാരം? അതാ ആ MF ഹുസൈനല്ലേ നിങ്ങൾ അവാർഡ് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഇപ്പോഴത്തെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഈ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിയത്? ആ രവിവർമ്മയുടെ ചിത്രത്തെ പറ്റി ചോദിക്കാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? ഇനിയെങ്കിലും നിങ്ങൾക്ക് അതിൽ ഉളുപ്പുണ്ടെങ്കിൽ VPP മുസ്തഫ അതിൽ മാപ്പ് പറയണം. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറയട്ടെ, ഒരുപാട് ആരാധനാ രീതികൾ ഈ രാജ്യത്തുണ്ട്. ഏത് രീതിയിലും ഭാരതമാതാവിനെ ഈ രാജ്യത്ത് പൂജിക്കാം. ആരും നിങ്ങളുടെ തലവെട്ടില്ല, ആരും നിങ്ങളുടെ കൈവെട്ടില്ല. പിന്നെ ഏത് ഭാരതമാതാവിനെ പൂജിക്കണമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ഇടയ്ക്കിടപെടരുത്. ഏത് ഭാരതമാതാവിനെ പൂജിക്കണമെന്ന് AKG സെന്ററിൽ നിന്ന് തിട്ടൂരമെന്നും വേണ്ട, ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ രാജ്യങ്ങളിൽ ഭാരതമാതാവിനെ പൂജിക്കുന്നുണ്ട്. ഒരു രാജ്യത്തും ഭാരതമാതാവിന്റെ ചിത്രം നിരോധിച്ചിട്ടില്ല. ആ നിരോധനം ഈ സർവകലാശാലയിൽ കൊണ്ടുവരാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് 4 മടക്കി AKG സെന്ററിൽ വെച്ചാൽ മതി. ഇനിയും ഭാരതമാതാവിനെ ഇവിടെ പൂജിക്കും. ഇനിയും മന്ത്രിമാർ പൂജിക്കും, പ്രധാനമന്ത്രിമാർ പൂജിക്കും, മുഖ്യമന്ത്രിമാർ പൂജിക്കും. വിഗ്രഹങ്ങൾ മാത്രമല്ല ചിത്രങ്ങൾ അതും പൂജിക്കുന്നത് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ വലിയ താമസമില്ലാതെ കാണാൻ കഴിയുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരൊറ്റ ചോദ്യം, നെൽകർഷക തലയിൽ
എന്താണ് നെൽക്കതിരും ഏന്തി നിൽക്കുന്ന അധ്വാനിക്കുന്നതിൻ്റെ ചുളുക്കും വിയർപ്പും വീണ് കറുത്ത ഒരു നെൽകർഷകയെ ഭാരത മാതാവായി കണ്ടുവരച്ചാൽ അതിനെ നിങ്ങൾ അംഗീകരിക്കുമോ? ഈ രാജ്യത്തെ ഏതൊരു പൗരനും ബഹുമാനത്തോടുകൂടി ഭക്തിയോടുകൂടി ഏത് രീതിയിലും ഭാരത മാതാവിനെ ഈ രാജ്യത്ത് പൂജിക്കാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെയാണെങ്കിൽ മുസ്തഫ ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നു. രാജാ രവിവർമ്മയുടെ ടാഗോറിന്റെ ഒക്കെ സങ്കല്പങ്ങളിലുള്ള ഭാരത മാതാവിനെ എന്തിനാണ് നിങ്ങൾ മാറ്റി ഗോൾവർക്കറിന്റെ സങ്കല്പത്തിലുള്ള ഒരു ഭാരത മാതാവിലേക്ക് പോയത്? അത് RSS ബിംബമല്ലേ എന്നാണ് ചോദിച്ച കാതലായ ചോദ്യം. ഈ രാജ്യത്തിന്റെ പതാക ഈ ലോകമെങ്ങും ബഹുമാനിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് ആ ഭഗവത് ധ്വജത്തെയും കാവ്യ പതാകയൊക്കെ കാണുമ്പോൾ വലിയ അസ്വസ്ഥതയുണ്ട്. നിങ്ങൾക്ക് മാർക്സിനെയോ എങ്കലിനെയോ ലെല്ലിനെയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെയൊന്നും വിദേശികളെ കാണുമ്പോഴൊന്നും നിങ്ങൾക്ക് ഒരു അസ്വസ്ഥതയുമില്ല. നിങ്ങൾക്ക് ഈ മണ്ണിനോടും നാടിനോടും എല്ലാ കാലത്തും അസ്വസ്ഥതയും വെറുപ്പും എതിർപ്പുമാണ്. അതുകൊണ്ടാണ് രൂപം കൊണ്ടത് 1925 ആ 100 വർഷം കഴിയുമ്പോൾ മാർസിനെ ഒരു വിദേശിയായി കാണുന്നു എന്നുള്ളത് ലോകത്തിന്റെ മനുഷ്യനെ കുറിച്ച് സംസാരിച്ച ഒരു തത്വചിന്തകൻ. ഞാൻ അദ്ദേഹത്തിന്റെ തത്വചിന്തയോ കമ്മ്യൂണിസത്തെയോ അല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി ബഹുമാനമുണ്ട്. ഒരു രാഷ്ട്രീയം അദ്ദേഹം ഒരു തിയറി വെച്ചു. പക്ഷേ സ്വന്തം നാടിന്റെ മഹത്വം അറിയാത്ത, സ്വന്തം നാടിന്റെ സംസ്കാരം അറിയാത്ത വിദേശ ആശയങ്ങളിൽ പിറകെ പോയി ഈ രാജ്യത്തെ നശിപ്പിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ബംഗാളും ത്രിപുരയും ഒക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. വ്യക്തികൾക്ക് യാതൊന്നുമില്ല, ആശയങ്ങൾക്കാണ് പ്രസക്തിയുള്ളത്. തീർച്ചയായും താങ്കൾ ധരിച്ചിരിക്കുന്ന വാച്ച്, താങ്കളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, ഇതെല്ലാം ഇന്ത്യയിൽ മാത്രം ഉണ്ടായതാണോ? ഇന്ത്യയിലുള്ളതുണ്ട്, രാജ്യത്തേക്ക് കൂടുതൽ മനുഷ്യന്റെ പൊതു നന്മയെ നമ്മൾ സ്വീകരിക്കല്ലേ? വിദേശികൾ സ്വീകരിക്കാൻ പാടില്ല. കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഈ മെറിറ്റുകളിൽ സ്പർശിക്കാതെ എവിടെയൊക്കെയോ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതാണ് എടുത്തുകൊണ്ട് ഓടുകയാണ് ബംഗാൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോലും ഒരു പ്രതിനിധി ഇല്ലാതെ ബംഗാൾ നിങ്ങൾ വട്ടപൂജ്യമായി ഭരിച്ച നാട്, 30 വർഷം നിങ്ങൾ അധികാരത്താൽ ഊഞ്ഞാലാടിയ നാടെന്ന് നിങ്ങൾ CPM-കാർ മൊത്തത്തിൽ ഇപ്പോൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. അതായത് ഒരു ഒറ്റ കാര്യം പറയാം. താങ്കൾ നേരത്തെ ജിന്നയുടെ കാര്യം പറഞ്ഞല്ലോ. ജിന്നയെ പ്രകീർത്തിച്ചത് LK അദ്വാനി പ്രകീർത്തിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നേതാവാണ്. അല്ല, ഇവിടെ ഒരു യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. പറയട്ടെ, മുഹമ്മദ് അലി ജിന്നയുടെ ചരിത്രം പറയാലോ. മുഹമ്മദ് അലി ജിന്ന ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ചേരുന്നു. അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംവിധാനം ഈ രാജ്യത്തെ മതപരമായി വിഭജിച്ചു. പിന്നീട് അവിടുന്ന് ലാഹോർ സമ്മേളനത്തിന് ശേഷം ഈ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവകാശമുള്ള രാജ്യം വേണം, പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ വിഭജിച്ചത് മുതലാണ് മുഹമ്മദ് അലി ജിന്നയുടെ ആശയങ്ങൾ നഖശിഖാന്തം ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുന്നോട്ട് പോയപ്പോൾ ആരും ജിന്നയെ എതിർത്തില്ലല്ലോ. എന്തുകൊണ്ട് എതിർത്തു? മതരാഷ്ട്രത്തിന് വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ എതിർത്തു. അത് ഇന്നും ആ എതിർപ്പ് നഖശിഖാന്തം തുടരുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ വിഭജിച്ചതിന് ശേഷമാണ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ആധുനിക ജനാധിപത്യം ഒക്കെ രൂപപ്പെട്ടതിന് ശേഷമാണ് LK അദ്വാനി ജിന്നയെ പ്രകീർത്തിച്ച് പറഞ്ഞത്. അല്ലാതെ അതിനു മുമ്പുള്ള കാര്യമല്ല ഞാൻ ചോദിച്ചത്. ശരി, ശ്രീ G. മുരളീധരൻ, വിഷയങ്ങളിൽ കാതലായി സ്പർശിക്കാതെ വൈകാരിക മേഖലകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അത് തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്, അല്ലേ? ചട്ടങ്ങളും നിയമങ്ങളും കാര്യങ്ങൾ പഠിക്കാതെയാണ്. കാരണം ഇങ്ങനെ സംസാരിക്കുന്നവരാണ് കേരളത്തിലെ സർവകലാശാലകളിലെ താൽക്കാലിക VC ആക്കുന്നത്. അതുകൊണ്ടാണ് സർവകലാശാലകൾ കുഴപ്പത്തിലേക്ക് പോകുന്നത്. ശരി, ശ്രീ VPP മുസ്തഫ, സർവകലാശാലയിൽ കുഴപ്പമില്ലാത്തതുകൊണ്ടാണല്ലോ SFI നേതാക്കന്മാർ പരീക്ഷ പാസ്സാകുന്നതും. ഞാൻ തിരുവനന്തപുരം മഞ്ചൂൽ കോടതി പോയപ്പോൾ നിങ്ങളുടെ പഴയ SFI നേതാവ് നസീമും ശിവരഞ്ജിത്തും ഒക്കെ മൂന്നാം കോടതിയിൽ എല്ലാ ദിവസവും നസീമും ശിവരഞ്ജിത്തും വരുന്നത് എന്തിനാ? നിങ്ങളുടെ SFI നേതാക്കന്മാർ കോപ്പി അടിച്ച് PSC പരീക്ഷയിൽ റാങ്ക് വാങ്ങിച്ചത്. ഇതാണ് നിങ്ങൾ സർവകലാശാലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ അഭിഭാഷകനായി താങ്കൾക്ക് മൂന്നാം ഒറ്റ കാര്യമുള്ളൂ, വ്യക്തികളുടെ കാര്യം അങ്ങനെ പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കാര്യം BG വിഷ്ണു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാട്ടൂ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാട്ടൂ എന്ന് അരവിന്ദ് കെജ്രിവാൾ അടക്കം നിരവധി പേർ വെല്ലുവിളിച്ചു. ആ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഒരു മറുപടി ഉണ്ടായില്ല. അതുകൊണ്ട് അതിലേക്കൊന്നും പോയി വെറുതെ നാണം കെടണ്ട. അവരുടെ SFIയുടെ നേതാക്കൾ. ശ്രീ VP മുസ്തഫ, നമ്മൾ ചർച്ച വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്കൾക്ക് രാഷ്ട്രീയമായ മറുപടി പറയാം ഇതിനൊക്കെ. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ഈ വിഷ്ണു ചാനൽ ചർച്ചയിലല്ല
ഏതോ RSSന്റെ പൊതുയോഗത്തിലാണ് ഉള്ളത് എന്ന ധാരണയിലാണ് ഉള്ളത്. അദ്ദേഹം പറഞ്ഞ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ലീഗിന്റെ പൊതുയോഗത്തിൽ നേതാവാണ്. ആ മുസ്തഫ എന്ന പേര് വെച്ചിട്ട് താങ്കൾ അത് പറയുന്നത് റദ്ദാകേണ്ട ഒരു പൊതുപ്രവർത്തകന്റെ റദ്ദാക്കേണ്ട വികാരമാണ്. അദ്ദേഹത്തിന്റെ പേരിന്റെ സ്വഭാവം വെച്ചിട്ട് അദ്ദേഹത്തെ ആ രീതിയിൽ പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ജനിതകത്തിന്റെ പ്രശ്നമാണ്. അത് എതിർക്കപ്പെടും. അത് എന്റെ ചർച്ചയിൽ എതിർക്കപ്പെടും. പറഞ്ഞത് ഭാരതമാതാവിനെതിരെയല്ല, നിങ്ങൾക്ക് എന്തേ അപ്പൊ ശബ്ദമുയരാത്തത്? ഇപ്പോൾ നിങ്ങൾ സ്ത്രീ എന്ത് സ്ത്രീ അമ്മ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ആരുടെ ജനിതകത്തിന്റെ താങ്കൾക്ക് മറുപടി പറയാം. RSSന്റെ ഈ ഇത്തരം ഏർപ്പാടുകൾ ഞങ്ങൾ നഖശികാന്തി എതിർക്കും. അദ്ദേഹം ഇപ്പൊ SFIക്കാരൊക്കെ എന്തോ വലിയ കോപ്പിയടിക്കാരും കള്ളന്മാരാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ കള്ളപ്പണം അടിച്ചതിന് നിങ്ങൾ നോക്കൂ, കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാ മോഡി 500ന്റെ 1000ന്റെ നോട്ട് പിൻവലിച്ചത്. കേരളത്തിൽ കള്ളപ്പണം അടിക്കുന്ന പ്രസ് ഉണ്ടാക്കിയത് RSSന്റെ നേതാക്കളല്ലേ? കയ്യോടെ പിടിയിടില്ലേ 3-4 എണ്ണത്തെ? കള്ളപ്പണം കൊണ്ടുവന്നതിനല്ലേ RSSന്റെ നേതാക്കള് കേസിൽ പെടുന്നത്? തൃശ്ശൂരെ നിങ്ങളുടെ ഓഫീസ് സെക്രട്ടറി അല്ലേ പോലീസിൽ പോയിട്ടും കോടതിയിൽ പോയിട്ടും മൊഴി കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെ എല്ലാം പറഞ്ഞിരിക്കുന്നത് നിങ്ങളാണ്. ഇനി സാക്ഷാൽ നിങ്ങളുടെ സവർക്കർ എത്ര തവണ മാപ്പെഴുതി വിഷ്ണു? എത്ര തവണ മാപ്പെഴുതി വിഷ്ണു? സവർക്കർ എത്ര തവണ മാപ്പെഴുതി കൊടുത്തു? എന്നിട്ട് ആ സവർക്കർ രാജ്യസ്നേഹമാണോ നിങ്ങൾ പറയുന്നത്? അതല്ല, ഒരൊറ്റ തവണയും മാപ്പെഴുതി കൊടുക്കാതെ ജയിലിൽ കിടന്ന AKജിയെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? ആരെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? സവർക്കറിനൊക്കെ കാലം തരാൻ പോയാൽ ഞങ്ങളുടെ കൈ നാറും. ജയിലിൽ കിടന്ന AKജിയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. മാപ്പെഴുതി കൊടുത്ത് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത ഒരൊറ്റ ഹിന്ദുത്വ വർഗീയവാദിയുടെയും കാണുന്ന ഞങ്ങൾ പോലെ കാണും. ഞങ്ങളുടെ കൈ നാറും. അങ്ങനെ ഒരാളെ തൊടാൻ പോയാൽ അദ്ദേഹത്തിന്റെ സമയത്ത് പറയട്ടെ. ശ്രീ ബിജി വിഷ്ണു, പെട്ടെന്ന് കംപ്ലീറ്റ്. അമിത്ഷായുടെ മകൻ ജയ്ഷ 50 കോടിയിൽ നിന്ന് എങ്ങനെയാണ് പൊടുന്നനവേ 500 കോടിയിലേക്ക് എത്തിയത്? അതൊക്കെ പോയി അന്വേഷിക്കാൻ വിട്ടു. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ. അതുകൊണ്ട് എന്തിനാ ഈ അസഹിഷ്ണുത? നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് ജനാധിപത്യമല്ല. അദ്ദേഹം താങ്കൾ സംസാരിച്ചപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ചും താങ്കൾ ഇതുവരെ പറഞ്ഞതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. താങ്കൾ ഇതുവരെ പറഞ്ഞത് ശ്രീ വി പി മുസ തുടരും വേഗം. അല്ല, വിഷ്ണു നേരത്തെ അജിംഷിനെ കുറെ ജനാധിപത്യം പഠിപ്പിച്ചു. അജിംഷെ ഇടപെടല്ല, ചോദ്യം ചോദിക്കല്ല, അതൊക്കെ പാലിച്ചിട്ടാണ് ഇദ്ദേഹം അങ്ങേയറ്റം ഹീനമായ ഭാഷയിൽ പലതും പറഞ്ഞപ്പോഴും ഞങ്ങൾ ഇടപെടാതിരുന്നത്. കാരണം അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യം അത് നിങ്ങൾ കൊടുത്ത സമയമാണ്. ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനില്ലാത്തത് കൊണ്ടല്ലോ. അപ്പോ ഇതാണ് RSSന്റെ പരിപാടി. അവരുടെ ബലപ്രയോഗം ഭീഷണിയല്ലേ അദ്ദേഹം പ്രയോഗിച്ചത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ വിടൂല, ഇന്ത്യ മുഴുവൻ ഞങ്ങൾ ഈ ബാലരാമയുടെ ചിത്രം വരും, നിങ്ങൾ ഇന്ത്യയിൽ ഈ പ്രതിഷേധവും നേരിടും. കഴിഞ്ഞ രണ്ട് തവണയും നിങ്ങൾക്ക് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാർലമെന്റിൽ നിങ്ങൾക്ക് എന്തേ 2024 തനിച്ച് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു? നിങ്ങൾക്ക് എന്തേ കർണാടകത്തിലെ ഭരണം നഷ്ടപ്പെട്ടു? ഇതൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ടോ? അതുകൊണ്ട് CPM-ന്റെ തിരിച്ചടിയെ കുറിച്ച് പറയുന്ന നിങ്ങൾക്ക് ഇത് ഓർമ്മ വേണം. ഇന്ത്യയിലെ കർഷകർ നിങ്ങൾക്കെതിരാണ്. ആ കർഷക ഭൂമിയിലാണ് നിങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കിയില്ലേ? ആ രാമക്ഷേത്രം ഉൾപ്പെടുന്ന പൈസ മണ്ഡലത്തിൽ നിങ്ങൾ എന്തേ വിഷ്ണു? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം കെട്ടിയിട്ട് എന്തേ അയോധ്യയിലെ ജനങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചത്? നിങ്ങളുടെ വർഗീയതയോടൊപ്പമല്ല ജനങ്ങൾ, അയോധ്യയിലെ വിശ്വാസികൾ നിങ്ങളോടൊപ്പമല്ല.
അതുകൊണ്ട് അയോധ്യയെ ഈ വർഗീയതയും നിങ്ങൾ ഈ അങ്ങനെ അയോധ്യ വിദ്വേഷവും അടക്കുന്ന അസംബ്ലി ഈ അടക്കം ഈ വിഭാഗീയതയും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഈ പാർട്ടിയാണ് തീവ്രവാദം കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ അയോധ്യ എന്ന് ശരി. പറയുന്നത് ഒരു 500 ഭീഷണിയും വർഷത്തെ ശരി, പാരമ്പര്യമാണ്. തീർച്ചയായും. ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ നാളെ നിങ്ങൾ കാണും 9-ാം തീയതി എന്തായിരുന്നാലും രാജ്യത്തെ കാവ്യവൽക്കരണത്തെ തൊഴിലാളികൾ രാഷ്ട്രീയമായി നിങ്ങൾക്കെതിരെ തീർച്ചയായും കാവ്യവൽക്കരണത്തെ രാഷ്ട്രീയമായി എതിർക്കും. ചട്ടങ്ങളും നിയമങ്ങളും രാഷ്ട്രീയ പ്രതിരോധങ്ങളുമായി ആ നീക്കവുമായി മുമ്പോട്ട് പോകും. അതിനുള്ള അംഗീകാരം കൂടിയാണ് കോടതിയിൽ പ്രതിഫലിച്ചതെന്നും കാണുന്നു. തീർച്ചയായും ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് പൂർണ്ണമാകുന്നു.